കവിത സിസ്റ്ററെ ഞാൻ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. ഓം ശാന്തി. എല്ലാവർക്കും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പ്രണാമം. നമ്മുടെ പാലക്കാടിൻ്റെ കനത്ത ചൂടിലും നിങ്ങളെല്ലാവരും ബ്രഹ്മകുമാരീസിൻ്റെ സ്നേഹപൂർവമായിട്ടുള്ള ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വേദിയെ അലങ്കരിക്കുന്ന പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പ്രശാസികയായിരിക്കുന്ന ബ്രഹ്മകുമാരി മീനാജിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷനായിരിക്കുന്ന മധുസൂദനൻ സാറും വേദിയെ അലങ്കരിക്കുന്നതിന് വേണ്ടി ബ്രഹ്മകുമാരീസിൻ്റെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഹോമിയോ ഡോക്ടറായ മനോജ് സാറിനെയും ബ്രഹ്മകുമാരീസിൻ്റെ സ്നേഹപൂർവമായിട്ടുള്ള ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സുമേഷ് സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നത് 1936-37 കാലഘട്ടത്തിലായി സ്ഥാപിതമായതാണ്. അവിഭക്ത ഭാരതത്തിലാണ് ബ്രഹ്മകുമാരീസിൻ്റെ ആരംഭം തന്നെ. പ്രത്യേകിച്ചും ബ്രഹ്മകുമാരീസ് ഒരു ആത്മീയ സംഘടനയാണ്. ഇന്ന് ലോകത്തിലെല്ലാവരും തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശാന്തിയുടെ തീരം അന്വേഷിച്ച് നടക്കുന്നവരാണ്. ജീവിതത്തിൽ ഒരല്പമെങ്കിലും സമാധാനം വേണം, ശാന്തി വേണം, ജീവിതത്തിൽ സുഖവും സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ബ്രഹ്മകുമാരീസിൻ്റെ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് ഒന്ന് രാജയോഗ ധ്യാനം എന്ന പഠിപ്പും കൂടാതെ തന്നെ ആത്മീയമായിട്ടുള്ള സത്സംഗവും. ബ്രഹ്മകുമാരീസ് ഇന്ന് ആഗോള വ്യാപകമായി 140 രാജ്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും 5 ഭൂഖണ്ഡങ്ങളിലും ബ്രഹ്മകുമാരീസിൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം നടന്നു വരുന്നുണ്ട്. നമ്മുടെ പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ ആസ്ഥാനമാണ് ശേഖരീപുരം കൽപ്പാത്തിക്കായി ബ്രഹ്മകുമാരീസിൻ്റെ ഒരു സേവാ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ബ്രാഞ്ചാണ് നമ്മുടെ 5-ാം മൈലിലും ഒരു കെട്ടിടത്തിൻ്റെ മുകളിലായിട്ട് എല്ലാ ദിവസങ്ങളിലും 1 മണിക്കൂർ ആത്മീയമായിട്ടുള്ള സത്സംഗം നടന്നു വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നു. ശരിക്കും ഇന്നത്തെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ബ്രഹ്മകുമാരീസ് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പല സ്ഥലങ്ങളിലും 88-ാം വാർഷികമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ 5-ാം മൈലിലും പറളിയും എടത്തറയും ഭാഗത്തുള്ള ആരെല്ലാം ബ്രഹ്മകുമാരീസിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടോ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഈ സദസ്സിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി. നന്ദി കവിത സിസ്റ്റർ. ഈ പരിപാടിയുടെ അടുത്ത പ്രോഗ്രാം ആത്മീയ ശാക്തീകരണത്തിലൂടെ ശുദ്ധവും ആരോഗ്യകരമായ സമൂഹം എങ്ങനെ നിർമ്മിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഗോപാലകൃഷ്ണൻ ഭായ് സംസാരിക്കുന്നതാണ്. ഗോപാലകൃഷ്ണൻ ഭായെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓം ശാന്തി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നമസ്കാരം. നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ 88 സംവത്സരങ്ങളുടെ നവോത്ഥാന സംവത്സരങ്ങളുടെ ആഘോഷം ആഘോഷിക്കുകയാണ്. നമ്മുടെ 5-ാം മൈൽ ഇതിൻ്റെ ഒരു പാഠശാല കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പാഠശാലയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഈ ഒരു യോഗം നമ്മൾ കൂടിയിരിക്കുന്നത്. ബ്രഹ്മകുമാരീസ് 88 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഞാൻ അതിൻ്റെ കൂടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 28 വർഷങ്ങളായി. അപ്പോൾ ഏകദേശം ഇതിൻ്റെ 1/3 ഭാഗം എനിക്ക് ഈ ഒരു
അമൂല്യമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. ഈ വിശ്വവിദ്യാലയത്തിൻ്റെ അനേകം പ്രത്യേകതകൾ, കാരണം പറഞ്ഞതുപോലെ ഒരു വിശ്വനവോത്ഥാനം ആണ് ഈ വിശ്വവിദ്യാലയത്തിലൂടെ പരമാത്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് വന്നിട്ട് വളരെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു റവല്യൂഷനാണ്, വിപ്ലവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ മനുഷ്യ മനസ്സുകളെയും തൊട്ടുണർത്തി അതിനെ പരിപോഷിച്ചുകൊണ്ട് അതിനെ ഏറ്റവും ഉത്തമമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഈ വിശ്വവിദ്യാലയത്തിൻ്റെ മുഖ്യമായ ഒരു തീം തന്നെ ആത്മീയ സശക്തീകരണം എന്ന ആ ഒരു വിഷയമാണ്. ആത്മീയമായിട്ട് ഓരോ വ്യക്തിത്വങ്ങളെയും സശക്തീകരിക്കുകയും ആ സശക്തീകരണത്തിലൂടെ സംശുദ്ധമായ ഒരു സമൂഹം, വളരെ ഹെൽത്തി ആയിട്ടുള്ള, ഹെൽത്തി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ട് എല്ലാവരും ഹെൽത്തി. കാരണം നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാ തരത്തിലുള്ള ആ ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ, പൂർണ്ണമായ രീതിയിൽ നമുക്ക് അതിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കുള്ളൂ. സോ ഈശ്വരൻ നമുക്കെല്ലാവർക്കും സുന്ദരമായ മനോഹരമായ ഈ ഒരു ലോകവും ഈ ഒരു മനുഷ്യ ജീവിതവും നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ആ ഒരു ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ പോലും ഈ അഭിവൃദ്ധികളെല്ലാം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സുഖം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെ, ഭൗതികമായ തരത്തിൽ നമുക്ക് സുഖം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും അനുഭവിക്കാതെ വളരെയധികം സ്ട്രെസ്സും ടെൻഷനും ദുഃഖവും കഷ്ടങ്ങളും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള ഒരു ജീവിത അവസ്ഥകളിലേക്കാണ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് തന്നെ ഈ വിശ്വവിദ്യാലയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആ മുഖ്യമായ ആ കാതൽ, സനാതനമായിട്ടുള്ള നമ്മുടെ ഓരോ മൂല്യങ്ങളെയും നമ്മൾ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. സോ ആ നഷ്ടപ്പെടുത്തി, എവിടെ നഷ്ടപ്പെട്ടു, നമ്മൾ അതിനെവിടെ പോയി എന്നറിയുന്നില്ല, അതെന്താണെന്നറിയാതെ. അതുകൊണ്ടാണ് കുംഭകർണനെ കാണിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും വളരെ ഒരു കുംഭകർണൻ്റെ നിദ്രയിലാണ്, ഉറക്കത്തിലാണ്, അജ്ഞാനമാകുന്ന ഒരു നിദ്രയിലാണ്, അറിവില്ലായ്മയിലാണ്. സോ നമുക്കെല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ആ ശ്രേഷ്ഠമായ സനാതന മൂല്യങ്ങൾ, അല്ലെങ്കിൽ പറയാറുന്നത് ലോകത്തിൽ അല്ല, ഇതെല്ലാം ഈ ആത്മീയ രഹസ്യങ്ങൾ എന്ന്. വാസ്തവത്തിൽ ഈ ജീവിത രഹസ്യങ്ങൾ അല്ലെങ്കിൽ ദ സീക്രട്സ് എന്നെല്ലാം പറയുന്ന സംഭവങ്ങൾ എന്തുകൊണ്ട് സീക്രട്ട് പോലെ ആയിട്ട് മാറി, അല്ല, എന്തുകൊണ്ട് നമുക്ക് അറിയപ്പെടാതെ പോയി, എന്തുകൊണ്ട് നമുക്കത് കാണപ്പെടാതെ പോയി, എങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലേ? വാസ്തവത്തിൽ അത് ഈശ്വരൻ നമുക്കെല്ലാവരെയും നമ്മൾ ഉണർത്തി നമ്മുടെ മൂന്നാം കണ്ണ് തുറന്നു തന്ന് നമുക്കതിനെ കാണിച്ചു തരികയാണ്. അതൊന്നും ആ സനാതനമായതുകൊണ്ടാണ് അത് പറയുന്നത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. കാരണം അത് സനാതനമായിട്ടുള്ള ഒന്നാണ്. ആ സനാതനമായ ആ മൂല്യങ്ങളെ, ആ സനാതന മൂല്യങ്ങളെ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ഈ സൃഷ്ടിയിൽ ഒരു നവോത്ഥാന ജ്ഞാനയജ്ഞം ആരംഭിച്ചിട്ടുണ്ട്. ആ ജ്ഞാനയജ്ഞം ആരംഭിച്ചിട്ടാണ് 88 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നത്. സോ ആ ജ്ഞാനയജ്ഞത്തിലൂടെയാണ് ഈശ്വരൻ നമുക്ക് ഈ സനാതന മൂല്യങ്ങളാകുന്ന ഈ ആത്മീയ ജ്ഞാനത്തെ നമുക്ക് നൽകിക്കൊണ്ട്, അല്ലെ, ഈ പുതിയ അറിവിലൂടെ പുതിയ ലോകത്തെ, പുതിയൊരു ലോകക്രമത്തെ തന്നെ വാർത്തെടുക്കാൻ വേണ്ടി ഈശ്വരൻ ഒരു വ്യത്യസ്തമായ ഒരു രീതി, അതാണ് ഈ വിശ്വവിദ്യാലയം എന്ന് പറയുന്ന ഒരു പ്രക്രിയ. സോ ഇതൊരു വിദ്യാലയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിദ്യാലയമാണ്. നമ്മളെല്ലാവരും ആ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ്. അതുപോലെ ഇതൊരു സേവാസ്ഥാനമാണ്. ആ സേവാസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഈശ്വരൻ്റെ കരങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സേവാധാരികളാണ്. ഇതൊരു വിശ്വകുടുംബമാണ്. ഈ വിശ്വകുടുംബത്തിൽ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാർ, അല്ലേ, ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. സോ ആ രീതിയിൽ നമ്മളെല്ലാവരും ഈ വിദ്യാലയത്തിൻ്റെ, പറയാറുണ്ട് ലോകത്തിൽ മനുഷ്യർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മെമ്പേഴ്സാണോ നിങ്ങൾ,
അല്ലെ ഇതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണോ, അല്ലെ നമ്മൾ ഈ വിദ്യാലയത്തിൻ്റെ വിദ്യാർത്ഥികളാണ്, സന്നദ്ധ സേവകരാണ്, ഈ ആത്മീയ കുടുംബത്തിലെ അംഗങ്ങളാണ്, അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി ഒരു വ്യത്യസ്തമായ ഒരു വിശ്വകുടുംബത്തെ, ഒരു ന്യൂ വേൾഡ്, അല്ലേ, ന്യൂ വേൾഡിന് ന്യൂ നോളജ് എന്ന് പറയുന്ന തരത്തിൽ ഈശ്വരൻ നമുക്ക് പുതിയ അറിവ് നൽകി, പുതിയ ഒരു ലോകക്രമത്തെ, വാസ്തവത്തിൽ പുതിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും പുതിയതല്ല. നമ്മളെല്ലാവരും ആ ഒരു കാലഘട്ടത്തിലൂടെ, ആ ഒരു ജീവിതക്രമത്തിലൂടെ വന്നു പോയതാണ്. അതെല്ലാം നമുക്കിപ്പോൾ കൈമോശം വന്നിരിക്കുകയാണ്. ആ കൈമോശം വന്നതിനെയെല്ലാം നമുക്ക് വീണ്ടെടുത്ത് ആ പുതിയ ഒരു കാലഘട്ടത്തെ, ആ സുവർണ കാലഘട്ടത്തെ വീണ്ടും ഉണ്ടാക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏകദേശം 88 സംവത്സരങ്ങൾ കടന്നുപോയി. ഇനി മുന്നോട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു പരിസമാപ്തിയിലേക്ക്, അതിൻ്റെ ഒരു നമ്മൾ അതിൻ്റെ ആ ഒരു ഘട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇതാണ് നമുക്ക് ഇനി പരിവർത്തനപ്പെടാനുള്ള സമയം. ഈ സമയത്താണ് നമുക്ക് കാലഘട്ടവും ഈശ്വരനും പ്രപഞ്ചവും സമയവും എല്ലാം തന്നെ അനുകൂലമായിരിക്കുന്ന ഒരു സമയത്തിലാണ് ഉള്ളത്. നമ്മൾ ഓരോരുത്തരും ഇതാണ് ഇപ്പോൾ സമയം എന്ന് നമുക്ക് പറയാം. സോ ഈ സമയത്ത് നമുക്ക് ഒട്ടും അലസരായിട്ട് ഉദാസീനരായിട്ട് ഇരിക്കാനുള്ള സമയമല്ല, ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സമയമാണ്, ഉണർന്നിരിക്കാനുള്ള സമയമാണ്, ഉണർന്ന് ലക്ഷ്യമെത്തുന്നത് വരെ നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. സോ ആ പ്രവർത്തനം ഈ വിശ്വവിദ്യാലയം നമുക്ക് പറഞ്ഞു തരുന്നത്, ലോകത്തിൻ്റെ മാറ്റം ആരംഭിക്കേണ്ടത് സ്വയത്തിലാണ്. സ്വയം മാറ്റത്തിലൂടെ ഒരു ലോകത്തിൻ്റെ മാറ്റം, വിശ്വത്തിൻ്റെ മാറ്റം ആരംഭിച്ചിരിക്കുകയാണ്. സോ നമ്മളെല്ലാവരും നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാനും സ്വയം പരിവർത്തനപ്പെടാനും സ്വയം ശക്തീകരിക്കപ്പെടാനും ഈശ്വരൻ തൻ്റെ എല്ലാ സംവിധാനങ്ങളെയും ഒരുക്കി, സമയവും ഒരുക്കി, എല്ലാം തയ്യാറായിരിക്കുന്ന ഒരു വിശേഷമായൊരു കാലഘട്ടത്തിൻ്റെ പ്രയോജനത്തെ നമ്മളെല്ലാവരും എടുത്തുകൊണ്ട്, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഓം ശാന്തി. നമ്മളിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന നന്മ നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ള ഒരു ബോധവൽക്കരണം നൽകിയ ഗോപാലകൃഷ്ണൻ ഭായിക്ക് നന്ദി. അടുത്തതായി ആത്മീയ സന്ദേശവും രാജയോഗത്തിൻ്റെ അനുഭൂതിയും ചെയ്യിപ്പിക്കുന്നതിനായി മീന സിസ്റ്ററെ ക്ഷണിക്കുന്നു. ഓം ശാന്തി. വേദിയിലിരിക്കുന്ന സമാദരണീയരായ ആത്മസഹോദരങ്ങളെ, സദസ്സിലിരിക്കുന്ന ആത്മബന്ധുക്കളെ, ഇന്ന് 5-ാം മൈലിൽ നമ്മളെല്ലാവരും ഈ സന്ധ്യാവന്ദന വേളയിൽ ഈ സത്സംഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ 88-ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. ശിവരാത്രി കാലമാണ് നമ്മൾ ബ്രഹ്മകുമാരീസിൻ്റെ വാർഷിക ആഘോഷം ആരംഭിക്കുന്നത്. 1936 ഈ മഹായജ്ഞം പരമേശ്വരൻ ഈ ഭൂമിയിൽ ആരംഭിച്ചത്. സ്വയം ശിവപരമാത്മാവിനാൽ ആരംഭിച്ചതുകൊണ്ടാണ് ശിവരാത്രിയുടെ സമയം നമ്മൾ ഈ മഹായജ്ഞത്തിൻ്റെ വാർഷിക സമയമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ വർഷം നമ്മൾ വാർഷികത്തിൻ്റെ ആഘോഷത്തോടനുബന്ധിച്ച് ചെറുതും വലുതുമായ എല്ലാ പ്രദേശങ്ങളിലും ഒരു ആത്മീയ സത്സംഗം, വിശേഷിച്ചും ധ്യാനത്തിൻ്റെ, മെഡിറ്റേഷൻ്റെ അനുഭൂതി പകരുന്ന സത്സംഗങ്ങളാണ് ഈ വർഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ സത്സംഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ആരൊക്കെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നു, എല്ലാവരും ഒരു ദീപം തെളിയിച്ച്, ദീപധ്യാനം എന്നതാണ് നമ്മുടെ സങ്കല്പം. അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചമുണ്ടാകാൻ വിളക്കിൽ തെളിക്കുന്നതിനോടൊപ്പം
സാധാരണ നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ നിലവിളക്കെല്ലാം നമ്മളെല്ലാം ചേർന്നിപ്പോൾ കൊളുത്തും. പക്ഷെ നമുക്കറിയാം, നിലവിളക്കിലിരിക്കുന്ന ഒരു തിരി തെളിയണമെങ്കിൽ ഒരു കൈവിളക്ക് ആവശ്യമുണ്ട്, അല്ലേ? ഒരു കൈവിളക്കിന് മാത്രമേ ഒരു നിലവിളക്കിനെ തെളിയിക്കാനാകുള്ളൂ. അപ്പം അതേപോലെ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് സുഖവും ശാന്തിയും സമാധാനത്തിൻ്റെയും വെളിച്ചം നമ്മുടെ വീടുകളിൽ, നമ്മുടെ എല്ലാം വ്യക്തിഗത ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ, നമ്മുടെ ലോകത്തിലുണ്ടാവണം. നമ്മളെല്ലാവരും പലതരത്തിൽ പ്രയത്നിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നത് വരെ ആ പ്രകാശം ദീപം തെളിയിക്കാനുമുള്ള ഒരു ഓട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ദീപം തെളിയിക്കുമ്പോൾ എന്നാൽ ചോദിക്കും, വിളക്കിലൊരു ദീപം തെളിയിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരുമോ? നമുക്ക് ജീവിതത്തിലേക്ക് വെളിച്ചം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ഈ നിലവിളക്കുന്ന നമ്മൾ ദീപം തെളിയിക്കുന്നതിൻ്റെ ലക്ഷ്യം പ്രവർത്തനം, പ്രയത്നം, പുരുഷാർത്ഥം എന്ന ആധ്യാത്മിക ഭാഷയിൽ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഫേർട്ട് എന്ന് പറയും. റിസൾട്ടിന് അതിൻ്റേതായ ഒരു എഫേർട്ട് ആവശ്യമാണ്. പ്രയത്നത്തിനൊരു ഫലം തീർച്ചയായും ഉണ്ടാക്കും. പക്ഷേ ആ പ്രയത്നം എപ്പോഴും വ്യക്തിഗതമായി വ്യക്തിയിൽ നിന്ന് ആരംഭിക്കണം. ഭഗവാൻ അതാണ് പറയുന്നത്, സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം. ഈ സമയത്ത് സിസ്റ്റർക്ക് ഓർമ്മ വരുന്നത്, ഒരിക്കലൊരു ക്ലാസ്സിലൊരു മാഷ് അത്യാവശ്യം എന്തോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലിരുന്നുകൊണ്ട് അത്യാവശ്യ കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾ ബഹളം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരുടെ ശ്രദ്ധയെ മറ്റൊരു കാര്യത്തിലേക്ക് ആകർഷിക്കാൻ ഒരു വേൾഡ് മാപ്പ്, വിശ്വത്തിൻ്റെ ഒരു ഭൂപടം പല കഷ്ണങ്ങളായി മുറിച്ച് ഒരു സൈഡിൽ ടേബിളിൽ വെച്ചു കൊടുത്തിട്ട് അതിനെ റീസെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികളെല്ലാവരും അതിൽ ബിസിയായി. വിശ്വത്തിൻ്റെ ഭൂപടം നമുക്കെല്ലാവർക്കും അറിയാം, മുറിച്ച് കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഭൂപടമായിട്ട് റീസെറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷെ അതിലൊരു മിടുക്കനായ കുട്ടി വളരെ വേഗം അതിനെ റീസെറ്റ് ചെയ്തു. എന്നിട്ട് മാഷിനോട് പറഞ്ഞു, മാഷ് ഞാനിത് സെറ്റ് ചെയ്തു. അപ്പം നീ അതെങ്ങനെ ചെയ്തു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനത് തിരിച്ചു മറിച്ച് നോക്കി. അപ്പോൾ ആ ഭൂപടത്തിൻ്റെ ബാക്ക് സൈഡിലുണ്ടായിരുന്നത് ഒരു മനുഷ്യൻ്റെ ചിത്രമായിരുന്നു. ഞാൻ ആ മനുഷ്യൻ്റെ ചിത്രത്തിൽ അറിയാമല്ലോ കൈ എവിടെ വയ്ക്കണം, കാലെവിടെ വയ്ക്കണം. ഞാനത് സെറ്റ് ചെയ്തു. അത് സെറ്റ് ചെയ്ത് തിരിച്ചു വെച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി, വിശ്വത്തിൻ്റെ ഭൂപടം റീസെറ്റായി. അപ്പം മാഷി പറഞ്ഞു, ഇതൊരു സന്ദേശം നമുക്ക് നൽകുകയാണ് ജീവിതത്തിൽ. എന്താ സന്ദേശം? വിശ്വപരിവർത്തനത്തിൻ്റെ ആധാരം റീസെറ്റിംഗ് നടക്കേണ്ടത് എവിടെയാണ്? വ്യക്തികളിലാണ്, നമ്മളിൽ ഓരോരുത്തരിലുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കൂ. വീട്ടിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ രാവിലെ മുതൽ വൈകുന്നവരെ പലതും ഉണ്ടാവുമല്ലോ സാഹചര്യങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെവിടെ ജീവിക്കുകയാണെങ്കിലും പല സാഹചര്യങ്ങൾ കടന്നു വരും. പക്ഷെ ഓരോ സാഹചര്യം വരുമ്പോഴും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ശാന്തിയും സമാധാനവും ആരോഗ്യവും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സമസ്യ വരുമ്പോൾ എൻ്റെ റോൾ എന്താണ്? അത് വീട്ടിലാകട്ടെ, നമ്മൾ ജോലി ചെയ്യുന്നിടത്താകട്ടെ, നമ്മൾ പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ ഏതൊരു കൂട്ടായ്മയിലാകട്ടെ, പ്രശ്നങ്ങൾ ചെറുതും വലുതുമായ സമസ്യ തീർച്ചയായിട്ടും വരും, അപ്പ് ആൻഡ് ഡൗൺസ് വരും. പക്ഷേ ആ സാഹചര്യത്തിൽ സമാധാനം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പരിഹാരത്തിനായിട്ടുള്ള എൻ്റെ റോൾ എന്താണ്? ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ പരിഹരിക്കുകയാണോ ഞാൻ ചെയ്യണേ, അതോ എരുതിയിൽ എണ്ണ ഒഴിച്ച് ആളിക്കത്തിക്കുകയാണോ ചെയ്യണേ, അതോ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുന്ന ജോലിയാണോ ഞാൻ ചെയ്യണം? പ്രശ്നമുണ്ടായി, പ്രശ്നമാണ്. അല്ലെ അവരെങ്ങനെ ചെയ്തു? ഹസ്ബൻഡാണെങ്കിൽ എന്ത് ചെയ്യും? നീ കാരണം, വൈഫിനെ പറയും. വൈഫാണെങ്കിൽ അല്ലേ നിങ്ങൾ കാരണമാണ്. മക്കളെന്ത് പറയും? അച്ഛനമ്മമാർ ശരിയല്ലാത്തതുകൊണ്ടാണ്. ഒരു കൂട്ടായ്മയിലാണെങ്കിൽ നമ്മളെന്ത് പറയും? ആ പ്രസിഡൻറ്റ് ശരിയല്ല, ആ സെക്രട്ടറി ശരിയല്ല, അല്ലേ? ഓഫീസിലാണെങ്കിൽ എന്ത് പറയും? ബോസ് ശരിയല്ല. ബോസ് എന്ത് പറയും? താഴെയുള്ളവർ ശരിയല്ല. ഇങ്ങനെ നമ്മൾ പരസ്പരം ഇതുവരെ ചൂണ്ടുന്നു, അതുവരെ ശാന്തിയും സമാധാനവും ദൂരത്താണ്.
നമ്മൾ ആഗ്രഹിക്കുന്നത് ശാന്തിയും സമാധാനവുമാണെങ്കിൽ ഭഗവാൻ പറയുന്നത്, മക്കളെ, കേവലം ഭൗതികമായ സാധനങ്ങളും സാമഗ്രികളും ഇതെല്ലാം നമുക്ക് വേണം. കാരണം ഭൗതിക സൗകര്യങ്ങളും അത്യന്താപേക്ഷിതമാണ്. ഇപ്പം നോക്കൂ, നല്ല ചൂടാണ്. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുകയാണ്. ഫാന് വേണം നമുക്ക്. ഫാൻ ഇട്ടാൽ പോലും ചൂടാണ്. ഇവിടെ കൂളർ വെച്ചിട്ടുണ്ട്. എന്നാലും ഈ സാധന സാമഗ്രികൾ, ഒരു ഹാള് നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ ആവശ്യമാണ്. ശബ്ദം കേൾക്കാൻ ഈ മൈക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ സയൻസും ടെക്നോളജിയൊക്കെ വികസിച്ച് ഇതുപോലൊരു കെട്ടിടം, ഒരു ഹാൾ ഉള്ളത് കൊണ്ടല്ലേ നമുക്കിവിടെ കൂടാൻ പറ്റണം. കാരണം ഇവിടെ നമ്മുടെ ക്ലാസ് നടക്കുന്ന 5-ാം മൈലിലൊരു വീടിൻ്റെ മുകളിലാണ്. അവിടെ നമുക്ക് ഇത്രയും പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഹാൾ എടുത്തിരിക്കണേ. അപ്പോൾ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ നമ്മളിവിടെ ഇരിക്കുമ്പോഴും, ഇപ്പം നമ്മുടെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ പോലും ഈ സമയത്ത് ശരീരത്തിനത് കൂളിംഗ് തരുന്നുണ്ടാവും. AC ഓൺ ചെയ്ത് നമ്മൾ കട്ടിലേ കിടക്കുന്ന സമയത്ത് മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. ചൂട് കുറഞ്ഞതുകൊണ്ട് മാത്രം, കൂളിംഗ് ഉള്ളത് കൊണ്ട് മാത്രം ഉറക്കം വരണമെന്നില്ല. സമാധാനം ഇല്ലെങ്കിൽ, അനാരോഗ്യങ്ങളുണ്ടെങ്കിൽ, നമുക്കെല്ലാവർക്കും അറിയാം ഒരസുഖം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് എന്താ, ശരീരത്തിന് തന്നെ. മനസ്സിൻ്റേതാണെങ്കിൽ പറയുകയും വേണ്ട. അതും സ്വന്തം വീട്ടിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണെങ്കിൽ ഒട്ടും പറയണ്ട. ദിവസങ്ങളോളം ചിലപ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ പറയുന്നത്, നമ്മൾ പരസ്പരം കുറ്റം പറഞ്ഞതുകൊണ്ടോ, പഴി ചാരിയതുകൊണ്ടോ, കുടുംബങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടിയതുകൊണ്ടോ, മേലെ ഇരിക്കുന്നവരെ പറഞ്ഞതുകൊണ്ടോ, താഴെ ഇരിക്കുന്നവരെ പറഞ്ഞതുകൊണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം നടത്തിയതുകൊണ്ട് മാത്രം നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഏത് കാര്യത്തിലും പരിഹാരം ഓരോ തട്ടിലും ഇരിക്കുമ്പോൾ, അത് ഓഫീസിലിരിക്കുന്നവരാണെങ്കിലും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും രാജ്യഭരണത്തിൻ്റെ ചക്രം തിരിക്കുന്ന ജോലി ഉൾപ്പെടെ നമ്മുടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെ വാർഡുകളിൽ നിന്നാരംഭിച്ച് മുഴുവൻ വിശ്വത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കുമുള്ള റോൾ എന്താണ്? ഒരു വീട്ടിൽ പ്രസിഡൻറ്റ്, സെക്രട്ടറി, പ്രധാനമന്ത്രി പറയണ അവരവരാണല്ലോ. അവരുടെ കുടുംബനാഥനും നാഥയും അല്ലേ? വീട്ടിൽ എത്ര പേരുണ്ടോ നമ്മുടെ കയ്യിലാണ് അവിടെ. ആ വീട്ടിൽ സമാധാനം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മൾ മറ്റാരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് മാറ്റം നമുക്ക് എവിടുന്ന് തുടങ്ങണം? ഭഗവാൻ പറയണത്, സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകണമെങ്കിൽ വ്യക്തി എന്ത് ചെയ്യണം? തന്നിലേക്ക് തിരിഞ്ഞു നോക്കണം. എൻ്റെ റോൾ എന്താ? എൻ്റെ പ്ലസ് എന്താ? എൻ്റെ മൈനസ് എന്താ? പരിഹാരത്തിന് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ മറ്റുള്ളവരിൽ മാത്രം ആരോപണം നടത്തിയിട്ട് കാര്യമില്ല. എനിക്കെന്ത് സംഭാവന ചെയ്യാനാകും? കാരണം ഈ ദേഹത്തിൻ്റെ ബോധത്തിലിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾക്ക് സദാകാലത്തേക്കുള്ള പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നമ്മളെ സ്ത്രീ പുരുഷ ബോധമേ ഉണ്ടാക്കൂ, അല്ലെ ഹിന്ദു മുസൽമാൻ ബോധം, ഞാൻ ഇന്നടത്ത് ഇന്നാളെ ഡോക്ടർ എഞ്ചിനീയർ ബോധമേ ഉണ്ടാക്കുള്ളൂ. പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ബാഹ്യമായ നമ്മുടെ ഐഡൻറ്റിറ്റിക്കും ഉപരി നമുക്ക് നമ്മുടെ അകത്തേക്ക് തിരിഞ്ഞ്, കാരണം എല്ലാ മാറ്റേഴ്സും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, പ്രശ്നം, സംഭവം, വിഷയം, ഒറ്റവാക്കിൽ എന്ത് പറയും? സോ മെനി മാറ്റേഴ്സ്, ധാരാളം കാര്യങ്ങൾ. എല്ലാ മാറ്റേഴ്സും ഈ മാറ്ററുമായി കണക്റ്റായി കിടക്കുക. ഏത് മാറ്റർ? ദേഹമാകുന്ന ഈ ദ്രവ്യവുമായി, ഭൗതികമായ കാര്യങ്ങൾ. പക്ഷേ എല്ലാ മാറ്റേഴ്സിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിഹാരത്തിന് നമുക്കെല്ലാവർക്കും ഈ ദേഹത്തിനുപരി നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഊർജമുണ്ട്. ഈ ദേഹത്തിൽ ഇതൊരു മെഷീൻ മാത്രമാണ്. ഈ മൈക്ക് ഇവിടെ വെറുതെ ഇരുന്ന ശബ്ദം വരില്ല. ഇവിടെ ശബ്ദം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ മൈക്കിന് ആ ശബ്ദത്തെ വയറിലൂടെ ആംപ്ലിഫയറിൽ കൊടുത്ത് ആംപ്ലിഫൈ ചെയ്ത് ബോക്സിലൂടെ നിങ്ങളുടെ എല്ലാം അടുത്തെത്തിക്കണം. ഇല്ലെങ്കിൽ ഇതൊരു ജഡവസ്തുവാണ്. അതേപോലെ ഈ ശരീരം, ഇതിന് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് പ്രവർത്തിക്കുന്ന, ഈ വായിൽ കൂടി എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്, ഈ കാതിലൂടെ കേൾക്കാൻ കഴിയുന്നത്, ഈ കണ്ണിലൂടെ നിങ്ങളെ ഇത്രയും പേരെ കാണാൻ പറ്റുന്നതിൻ്റെ കാരണം കറണ്ടാണ്, ഊർജമാണ്. ഞാൻ ആ ഊർജമാണ്.
എന്ന അവബോധം. ഞാൻ ഈ നശിക്കുന്ന ദേഹമല്ല, ഞാൻ ആത്മചൈതന്യമാണ്. ഈ കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് ഈ ദേഹം. അപ്പം ഈ ദേഹത്തിലെ എല്ലാ അവയവങ്ങളും, തലച്ചോറുൾപ്പെടെ, മനസ്സുൾപ്പെടെ, സങ്കല്പശക്തി ഉൾപ്പെടെ എൻ്റെ നിയന്ത്രണത്തിലാണ്. നമ്മൾ പറയില്ലേ, എൻ്റെ മനസ്സെന്നാ പറയാ. എൻ്റെ മനസ്സിനൊരു സമാധാനം ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? മനസ്സ് എൻ്റെയാണ്. അപ്പം ആരാ ഞാൻ? ഞാൻ ആത്മസ്വരൂപമാണ്. ഈ ദേഹവും എൻ്റെതാണ്. ഈ ദേഹത്തിൽ കൂടി അല്ലേ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും തീരുമാനം എടുക്കുകയും ചെയ്യുന്ന കറണ്ട് ഞാൻ ആത്മാവാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് ബോധം വരേണ്ടത്, മനസ്സിനൊരു നിയന്ത്രണം ആകണമെങ്കിൽ, മനസ്സിന് സമാധാനം അനുഭവിക്കണമെങ്കിൽ, ഭഗവാൻ പറയുന്നത്, മക്കളെ ആദ്യം നിങ്ങൾ ഈ ദേഹമാകുന്ന മണ്ണ് ബോധത്തിൽ നിന്ന് ആത്മാവാകുന്ന ദീപമാണെന്ന ബോധം കൊണ്ടുവരും. അപ്പം ഇന്ന് നമ്മളെല്ലാവരും ചേർന്ന് ഈ വിളക്ക് കൊളുത്തുന്നത് ആ ബോധം ഉള്ളിൽ തെളിയിക്കാൻ. പുറമേ നമ്മൾ ഈ ദീപം കൊളുത്തും, പക്ഷേ നമ്മുടെ പൂർവികരിത് എന്തിനാണ് നമ്മളെ കൊണ്ട് ചെയ്യിച്ചത്? മക്കളെ, ഈ ദേഹം ഒരു വിളക്ക് മാത്രമാണ്. ഒരു വിളക്ക് വെറുതെ ഇരുന്ന ഇപ്പം നോക്കും നമ്മൾ തൊഴില്ല. അതേസമയം ഇതിൽ ദീപം കൊളുത്തിക്കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ കൈ എന്താവും? കൂപ്പും ഇല്ലേ? അപ്പോൾ ഈ ശരീരബോധത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചൈതന്യ ദീപമാണ്, ആത്മാവാണെന്ന ബോധത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ചൈതന്യമുണ്ടാകുന്നത്, പ്രകാശമുണ്ടാകുന്നത്. എന്ത് പ്രകാശം? ആത്മബോധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം എന്താണ്? വെളിച്ചം എന്താണ്? എൻ്റെ കൂടെയുള്ളതെല്ലാവരും ആത്മസ്വരൂപങ്ങളാണ്. എല്ലാവരും ശരീരത്തിൽ പുരിക മധ്യത്തിൽ. അതിനാണ് നമ്മളിവിടെ തിലകവും പൊട്ടും വയ്ക്കുന്നത്. ഭഗവാൻ പറയണത്, മക്കളെ, ഈ നശിക്കുന്ന ദേഹമല്ല നിങ്ങളെല്ലാം, ഈ ശരീരത്തിനുള്ളിൽ പുരിക മധ്യത്തിൽ തലച്ചോറിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മസ്വരൂപങ്ങളാണ്. എൻ്റെ മക്കളാണ് നിങ്ങളെല്ലാവരും. ശരീരത്തിന് എങ്ങനെ മാതാപിതാവുണ്ടോ, എല്ലാ ആത്മസ്വരൂപങ്ങളും പരമാത്മാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് 88 വർഷം കൊണ്ട് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപന ചെയ്ത് പരമാത്മാ പിതാ ശിവഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈ ദീപമാണ്, ആത്മബോധത്തിൻ്റെ ദീപം തെളിയിച്ച് തരികയാണ്. എന്നിട്ട് ഭഗവാൻ പറയുന്നത്, മക്കളെ, നിങ്ങൾ സ്വയം ആത്മബോധത്തിൽ ജീവിക്കൂ. നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന ശരീരം സ്ത്രീയുടെ ആണെങ്കിൽ അല്ലേ, ഇത് സഹോദരി എന്ന് നിങ്ങൾ വിളിക്കും. ഇത് ശരീരം പുരുഷനാണെങ്കിൽ സഹോദരൻ എന്ന് നമ്മൾ കാണും. അത് ഈ കണ്ണ് കാണിച്ചു തരുന്ന ഈ ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഇതിൻ്റെ ലിംഗബോധം മാത്രമാണ്. പക്ഷേ ഭഗവാൻ പറയുന്ന, ദേഹം കൊണ്ട് നിങ്ങൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാ ശരീരങ്ങൾക്കുള്ളിലും ഇരിക്കുന്നത് ആത്മാവാണ്. ആത്മാവ് ഒരു വെളിച്ചമാണ്. അതിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒറ്റ വാക്കേ ഉള്ളൂ. ഏത് വാക്ക്? പുരുഷൻ. ആത്മാവിനെ വിളിക്കുന്നത് പുരുഷൻ, പുരുഷാർത്ഥം എന്നാ പറയണം. ആത്മീയ സമ്പത്ത്, ആത്മീയ ഉന്നതിക്ക് വേണ്ടുന്ന എഫർട്ടുകളുടെ പേരാണ് പുരുഷാർത്ഥം. അപ്പം നമുക്കെല്ലാവർക്കും ചെയ്യാനുള്ളത്, എല്ലാവർക്കും, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നല്ല, കുടുംബസമേതം. അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും വീടുകളിൽ വന്ന് ക്ഷണിച്ചപ്പോൾ കുടുംബസമേതം വരൂ പറഞ്ഞേ. കാരണം ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഭിന്നതയുള്ളൂ. എല്ലാ ശരീരത്തിനുള്ളിലും ആത്മജ്യോതിസുകളാണ് നമ്മളെല്ലാം. ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു ദീപം തന്നെ, ഈ തിരിച്ചറിവിൻ്റെ ദീപം തന്നെ തെളിഞ്ഞാൽ, നമ്മളൊരു ആത്മാവാണെന്ന് അറിവ് കിട്ടിയാൽ തന്നെ എന്തായി? നമ്മുടെ ഉള്ളിൽ വെളിച്ചം വരും. ഏത് വെളിച്ചം? എല്ലാവരും എൻ്റെ സഹോദരാത്മാക്കളാണ്, എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. അപ്പം നമുക്ക് ഉള്ളുകൊണ്ടൊരു സ്നേഹം എല്ലാവരോടും വരും. ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, ആ ബന്ധം കൊണ്ട് മാത്രം നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മൾ വിചാരിച്ചത് നടന്ന സ്നേഹം, പറഞ്ഞത് ചെയ്ത സ്നേഹം, ചെയ്തില്ലെങ്കിൽ ദേഷ്യം, പിണക്കം. നമുക്കിപ്പോൾ ശത്രുതയും പകയും വൈരാഗ്യമൊന്നും പുറത്ത് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് പിണങ്ങുന്നത് നമ്മൾ ആരോടാണ്? സ്വന്തം രക്തബന്ധുക്കളോടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്നതും പെട്ടെന്ന് പിണങ്ങുന്നതും ആരോടാണ്?
അവരവരുടെ വീട്ടിലുള്ളവരോടാ കൂടുതൽ നമ്മളെ കാണിക്കണേ. എന്നിട്ട് നമ്മൾ പറയണത് എന്താ? എൻ്റെ സ്വന്തം, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സ്വന്തക്കാരോടല്ലേ എന്നാൽ നമുക്ക് കൂടുതൽ അടുപ്പമുണ്ടായിരിക്കേണ്ടത്, സ്നേഹം ഉണ്ടാവേണ്ടത്. സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പിണങ്ങാൻ പറ്റും? വെറുക്കാൻ പറ്റും? പക എവിടുന്ന് വരും? വൈരാഗ്യം എവിടുന്ന് വരും? എങ്ങനെ തല്ലാൻ തോന്നും? എങ്ങനെ മിണ്ടാതിരിക്കാൻ തോന്നും? എങ്ങനെ പിണങ്ങിയിരിക്കാൻ തോന്നും? എങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കാൻ തോന്നും? എങ്ങനെ ദേഷ്യം വന്ന് ഒരാൾക്ക് തല്ലാനും അല്ല ഉപദ്രവിക്കാനും? ഇപ്പം ഇന്ന് കൈയും കാലും ഒന്നും അല്ലല്ലോ. പണ്ടൊക്കെ ദേഷ്യം വന്നാൽ അല്ലേ കൈകൊണ്ടൊരു തല്ലേ കൊടുത്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ എന്താണ്? നമ്മൾ എത്രയാണ് ന്യൂസ് കേൾക്കണം അല്ലേ? മക്കൾ മാതാപിതാക്കളെ കൊല്ലണോ, മാതാപിതാക്കൾ മക്കളെ ഉപദ്രവിക്കുക, എന്തൊക്കെയാണ് കേൾക്കണേ? അക്രമം, അനീതി. അപ്പം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലുള്ളവരോട് പോലും ആ പരസ്പരം ക്ഷമിക്കാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ, സഹിക്കാൻ, ചേർന്ന് പോകാൻ, ചേർത്ത് കൊണ്ടുപോകാൻ പറ്റണില്ല. എന്താ കാരണം? പഠിപ്പില്ലാഞ്ഞിട്ടല്ല. ഡോക്ടറേറ്റ് വരെ എടുത്തവരുടെയും അവസ്ഥ നമ്മൾ കേവലം സ്കൂളിൽ പോകാത്തവരോ കോളേജിൽ പോകാത്തവരോ മാത്രമല്ല അശാന്തിയും അക്രമവും ദുരിതത്തിലേക്കും പോണേ. കൂടുതൽ പഠിച്ചവരുടെ അവസ്ഥയും നമ്മൾ ഇത് തന്നെ കേൾക്കണം അല്ലേ? കാരണം ഭഗവാൻ പറയുന്നത് ഒരു പഠിപ്പിൻ്റെ കുറവാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏത് പഠിപ്പിൻ്റെ? ഈ എന്തൊക്കെ നെഗറ്റീവ്, എന്തൊക്കെ വിഷയങ്ങൾ പലതാണ്, പ്രശ്നങ്ങൾ. പക്ഷേ ഭഗവാൻ പറയുന്നത് പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഒറ്റമൂലി മരുന്നാണ്. ഏത് മരുന്ന്? നമ്മുടെ അകത്ത് ദീപം തെളിയണം. ആത്മീയമായ ഒരു ഉണർവ്, അവബോധം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകണം. നമ്മൾ പരസ്പരം നശിക്കുന്ന ഈ ദേഹമല്ല. അതുകൊണ്ട് പരസ്പരം ഈ ദേഹത്തെ ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് പിണക്കം തോന്നി, ഒരാളെ വകവരുത്തിയത് കൊണ്ട് നമ്മൾ അവരെ കൊന്നിട്ടില്ല, അവരുടെ ദേഹത്തെ നശിപ്പിച്ചിട്ടുള്ളൂ. ആത്മാവുണ്ടല്ലോ, പോണത് അങ്ങോട്ടും ഇങ്ങോട്ടും പകയായിട്ടാണ്, വീണ്ടും ജനിക്കണമല്ലോ. ഇതുപോലും നമുക്ക് ബോധമില്ല. വീണ്ടും ജനിച്ച് പരസ്പരം കണ്ടുമുട്ടി നമ്മൾ വീണ്ടും പകയുണ്ടാക്കും, പകവീട്ടാൻ പ്രയത്നിക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ആത്മദീപം നശിക്കുന്നതല്ല, നശിപ്പിക്കുക. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ സുന്ദര മഹാവാക്യം പറഞ്ഞിരിക്കുന്ന. മക്കളെ, അർജുൻ്റെ അടുത്ത് ഭഗവാൻ എന്താ പറയണേ? തീയിലിട്ട കത്തിക്കുന്നതല്ല, വാളുകൊണ്ട് വെട്ടി മുറിക്കാൻ പറ്റുന്നതല്ല, വെള്ളത്തിലിട്ട് മുക്കാൻ പറ്റുന്നതല്ല, കാറ്റിന് ഉണക്കാൻ പറ്റുന്നതല്ല. ആരെയും അതുകൊണ്ട് അർജുൻ്റെ അടുത്ത് പറയണേ. അപ്പം നമ്മളാരും നശിക്കുന്ന ഈ ദേഹമല്ല, അനശ്വര അവിനാശി ആത്മാക്കളാണെന്ന ബോധം വന്നാൽ നമ്മൾ ആരെയും ആക്രമിക്കാനും പോവില്ല. നമ്മൾ ഒരിക്കലും ആത്മഹത്യ എന്ന് പറയണ മഹാപാതകം ചെയ്യുകയില്ല. ഇനി വിഷമം വരുമ്പോൾ ഇപ്പം എല്ലാവരും അതാണ് അടുത്ത മാർഗം. ജീവിക്കുക അത്രയും കഷ്ടം, എന്നാൽ ആത്മഹത്യ ചെയ്തേക്കാം, കഴിഞ്ഞില്ലേ? ആത്മാവിനെ അല്ല ഹത്യ ചെയ്യുന്ന, വാക്കേ തെറ്റാ. ഇനി ആ വാക്കും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഹത്യ ഏതിനെ ചെയ്യണേ? ശരീരത്തെ, ശരീരഹത്യ ചെയ്യണേ, ആത്മഹത്യയല്ല. ആത്മാവിനെ ഹത്യ ചെയ്യാൻ ആർക്കും കഴിയില്ല. ശരീരത്തെ നശിപ്പിക്കുമ്പോൾ ഇറങ്ങുന്ന ആത്മാവ് വീണ്ടും എവിടേക്കാണ് പോണേ? അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ്. വീണ്ടും ജനിക്കണം, ഇവിടെ തന്നെ ജനിക്കണം. ഈ ചെയ്ത് സ്വന്തം ശരീരത്തെ നശിപ്പിച്ചെന്ന തെറ്റ്, അതിൻ്റെ ശിക്ഷയും കൂടി നമുക്ക് അനുഭവിക്കണം. അതുകൊണ്ട് ഇതൊന്നും ഒരു പരിഹാരം, ആത്മഹത്യയോ അക്രമമോ ബഹളമോ അല്ല ശാശ്വത പരിഹാരം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരെന്ത് പറഞ്ഞു തന്നത്? പുറത്തേക്കല്ല നിങ്ങൾ പരിഹാരം നോക്കേണ്ടത്. പരിഹാരം ശാശ്വതമാണെങ്കിൽ എന്ത് വേണം? അകത്തേക്ക് തിരിയണം. ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ 88 വർഷം കൊണ്ടും ഭഗവാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് അതാണ്. നിങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും, ലോകത്തിൻ്റെ ഏത് കോണിൽ, ഏത് പൊസിഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും, അവിടെ ഇരുന്നു കൊണ്ട് അവനവൻ്റെ മുന്നിൽ വരുന്ന ഏത് സമസ്യയ്ക്കും, ഇപ്പം നിങ്ങളെല്ലാം വീടുകളിലാണ്, നമ്മളിരിക്കുന്നത് ആശ്രമത്തിലാണ്, പക്ഷേ നമുക്കെല്ലാവർക്കും വിഷയങ്ങൾ എല്ലാവരുടെയും മുന്നിൽ എല്ലാം വരും, പ്ലസ്സും മൈനസും. എവിടെ ജീവിച്ചാലും ഈ ശരീരത്തിലിരിക്കുന്നിടത്തോളം, കർമ്മക്ഷേത്രത്തിലിരിക്കുന്നിടത്തോളം, കർമ്മം ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് പ്ലസ് ആൻഡ് മൈനസിലൂടെ ഇപ്പോൾ കടന്നു പോകണം. ഇപ്പോൾ കടന്നു പോകണം. എന്താ കാരണം? നമ്മളെല്ലാം ശരീരബോധത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കാമിയും ക്രോധിയുമായി. കാമം, ആണ് പെണ്ണ് ബോധം വന്നു. ആത്മബോധമാണെങ്കിൽ ഒറ്റ ബോധമേ ഉള്ളൂ, എല്ലാവരും എൻ്റെ ആത്മസഹോദരങ്ങൾ. അപ്പോൾ കാമക്രോധ
മോഹലോഭ അഹങ്കാരങ്ങളുടെ വിഷം നമ്മളെ പിടിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പം നോക്കൂ, കൊച്ചുകുട്ടികളുടെ ഉള്ളിൽ പോലും എന്തോരം ആസക്തിയാണ്. നമ്മൾ കേൾക്കണില്ലേ നഴ്സറി കുട്ടികളുടെ ഇടയിൽ പോലും തെറ്റുകൾ. എത്ര വയസ്സായവരും അല്ലേ കാമാസക്തിയുടെ പിടിയിൽപ്പെട്ട് എന്തൊക്കെ തെറ്റാ ചെയ്യണം. സ്വന്തം മക്കളെ തിരിച്ചറിയുന്നില്ല, പേരമക്കളെ തിരിച്ചറിയുന്നില്ല, പുറത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എത്ര ക്രോധമാണ്. ചെറിയ കുട്ടികളിലാകട്ടെ ചെറുപ്പക്കാരിൽ ആർക്കാ ഇല്ലാത്ത? നമ്മളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ. എത്ര പെട്ടെന്നാണ് നമുക്ക് ദേഷ്യം വരണേ. ഈ പുറത്തിപ്പോഴത്തെ ചൂടിനേക്കാളും ചൂടാണ് നമ്മുടെ അകത്ത് ദേഷ്യം വന്ന് കഴിയുമ്പോൾ. എത്ര ഡിഗ്രിയിലാണ് കത്തണേ. ഇപ്പം നോക്കൂ, 40ഓളം ഡിഗ്രി ഉയർന്നപ്പോൾ പുറത്തെ ചൂടിൽ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ബാഡ് ആയിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ ശരീരം അനുഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ദിവസം എത്ര തവണ ദേഷ്യപ്പെടണോ, നമ്മൾ അകത്ത് എത്ര അവയവങ്ങളെ കത്തിക്കുന്നത്, അകത്തെയും പുറത്തെ അവയവങ്ങൾ എത്ര ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിലൂടെയാണ് നമ്മുടെ രോഗങ്ങൾ ഇത്രയും കൂടണത്. അപ്പോൾ കാമവും ക്രോധവും ലോഭവും മോഹവും അഹങ്കാരവും എല്ലാം നമ്മളെ മനസ്സിനെ രോഗിയാക്കാണ്, ശരീരത്തെയും രോഗിയാക്കാണ്. അത് കാരണം ബന്ധങ്ങളും തകർന്നുടയാൻ. കാരണം ദേഷ്യം വന്നത് ആദ്യം ആരോടെ കാണിക്കുക? ആദ്യം വീട്ടിലുള്ളവരോട് കാണിക്കുക, അല്ലേ ഈ ജോലി സ്ഥലത്ത് കാണിക്കും, അല്ലേ കൂടെ ആരുടെ കൂടെയാണോ കൂടുതൽ സമയം ഇടപഴകുന്നത് അവരുടെ അടുത്ത് കാണിക്കുക. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ദീപം കൊളുത്തുന്നത് ഈ ഒരു സങ്കല്പത്തിലാണ്. ഇനി നമുക്ക് ഒരു ശാശ്വത പരിഹാരം. നമ്മളെല്ലാം പ്രശ്നങ്ങൾ പറയും, പക്ഷെ നമുക്ക് വേണ്ടത് പരിഹാരമാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നത്, ശരീരബോധത്തിലിരുന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടില്ല മക്കളെ. ശാശ്വത പരിഹാരം എവിടെ കിടക്കുകയാണ്? അനശ്വര ആത്മദീപത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് അനശ്വര ആത്മദീപങ്ങളെ തെളിയിക്കാനുള്ള എണ്ണ പകർന്നു തരുന്ന കാര്യമാണ് ഭഗവാൻ ചെയ്യുന്നത്. ജ്ഞാനമാകുന്ന എണ്ണ. ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ നിത്യേന 1 മണിക്കൂർ സത്സംഗമുണ്ട്. നിത്യേന, നോ ഹോളിഡേയ്സ്. എല്ലാ ദിവസവും നമ്മളുടെ ആരംഭിക്കുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലെ ധ്യാനം. രാവിലെ 4 തൊട്ട് 4:45 വരെ. ആരെവിടെയാണ് ലോകത്തിലെങ്കിലും ഏത് കോണിലാണെങ്കിലും കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, കിടപ്പിലായവർക്ക് പോലും മനസ്സുകൊണ്ട് ഉണർന്ന് കിടക്കയിൽ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ധ്യാന മുറയാണ് ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സിമ്പിൾ. അതിന് രാജയോഗം. ഭഗവാൻ പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് രാജാവാകാൻ, ജീവിതത്തിൻ്റെ രാജാവാകുക അർത്ഥം കൺട്രോളിങ് പവർ വരാൻ, നിയന്ത്രണ ശക്തി. കൺട്രോളിങ് പവറും റൂളിങ് പവറും. നമുക്ക് നമ്മളെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് ആദ്യം. സ്വന്തം കണ്ണിനെ, നാവിനെ, അല്ലേ കാതിനെ, നമ്മുടെ വായെ, നമ്മുടെ സംസാരത്തിൽ തന്നെ ഒരു നിയന്ത്രണം വന്നാൽ എത്ര പ്രശ്നം ഒഴിവാകും. നമ്മൾ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും അല്പം നിയന്ത്രണം വന്നാൽ എന്തെല്ലാം രോഗങ്ങൾ ഒഴിവാകും. എത്ര പൈസ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും. എന്തെല്ലാം കഴിക്കാൻ പാടില്ലാത്തതും കുടിക്കാൻ പാടില്ലാത്തതുമാണിപ്പോൾ നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യണേ. പഠിച്ചിട്ടുണ്ട് ശരീരം ക്ഷേത്രമാണ്, ആത്മാവ് മൂർത്തിയാണ്. അപ്പോൾ ഈ മൂർത്തിക്ക് ക്ഷേത്രത്തിന് യോജിച്ച സാധനങ്ങളാണോ നമ്മളിവിടെ നിവേദ്യം വയ്ക്കുന്നത്, കഴിക്കുന്നത്, കുടിക്കുന്നത്? അമ്പലത്തിൽ എന്താ നിവേദ്യം വയ്ക്കുന്നത്, ഇവിടെ എന്താ നിവേദ്യം വയ്ക്കണത്? അമ്പലത്തിൽ എന്താ നമ്മൾ പുകയ്ക്കണത്, ഇവിടെ എന്താ നമ്മൾ പുകയ്ക്കണേ? ഇത്ര ആലോചിച്ചാൽ മതി. ഇന്ന് നമ്മൾ നമ്മുടെ വയറിനെ തന്നെ ശ്മശാനാക്കി മാറ്റിയില്ലേ? എല്ലാ ഡെഡ് ബോഡിയും ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിക്കും. ശ്മശാനത്തിൽ കത്തിക്കുന്ന സാധനമാണ് നമ്മൾ ഇവിടെ ഇട്ടിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മുടെ അസുഖങ്ങൾ മാറുക? ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സുഖം വേണം, ശാന്തി വേണം, ആരോഗ്യം വേണമെന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം അത് വരില്ല. നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം വരില്ല. പിന്നെയോ അതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ട എഫർട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം ഉണ്ടാകണം. ഞാൻ എൻ്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ഒരു നേരായ മാർഗം, ഒരു ശുദ്ധമായ മാർഗം, ഒരു സാത്വികമായ മാർഗം ആത്മാവിനും ശരീരത്തിനും. അല്ല നമുക്ക് തോന്നുന്നതൊക്കെ കഴിക്കുക, എനിക്കിഷ്ടപ്പെട്ടതൊക്കെ കഴിക്കുക, ഇഷ്ടപ്പെട്ടതുപോലെ നടക്കുക, തോന്നുന്നത് പോലെ ജീവിച്ച ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനഃശാന്തിയും സമാധാനവും ആരോഗ്യവും ഉണ്ടാകണമെങ്കിൽ നമ്മളതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ തീം സ്പിരിച്വൽ എംപവർമെൻറ്റ് ഫോർ
എ ക്ലീൻ ആൻഡ് ഹെൽത്തി സൊസൈറ്റി. നമുക്ക് ഒരു ശുദ്ധവും സമൃദ്ധവും ആരോഗ്യപൂർണവുമായ ഒരു ഭാരതം, നമ്മൾ ഭാരതവാസികളുടെ ജീവിതത്തിൽ ശുദ്ധിയും സമൃദ്ധിയും ആരോഗ്യവും ഉണ്ടാകണമെങ്കിൽ ഭൗതിക വികാസങ്ങൾക്കൊപ്പം നമുക്ക് എന്തും വേണം? ആധ്യാത്മിക വികാസം വേണം. കാരണം അതാണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഇല്ലാതെ ഈ കെട്ടിടം വെച്ച് എങ്ങനെയുണ്ടാവും? ഒരു കാറ്റോ മഴയോ വരുമ്പോൾ അടിയോലേ. അതാണ് നമുക്ക് സംഭവിച്ചത്. നമ്മൾ നല്ല ആഹാരം, നല്ല വിദ്യാഭ്യാസം, നല്ല വീട്, നല്ല കാറ് എല്ലാം ഉണ്ട്. പക്ഷെ ഫൗണ്ടേഷൻ എന്താ വേണ്ടേ? ഇവിടെ നല്ല വിദ്യാഭ്യാസം വേണം. ഇത് നല്ല വിദ്യാഭ്യാസം? ആത്മവിദ്യ, പരമാത്മവിദ്യ. ഈശ്വരനാരാ? ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും അച്ഛനും അമ്മയാണ്. എല്ലാ ആത്മസ്വരൂപങ്ങളുടെയും നാഥനാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം സഹോദരങ്ങളാകണേ. എന്നാലേ കാമക്കണ്ണും ക്രോധക്കണ്ണും ഒക്കെ മാറും. പിന്നെയോ അടുത്ത വിദ്യ നമുക്ക് വേണ്ട കർമ്മത്തിൻ്റെ വിദ്യയാണ്. അതാണ് ഇന്ന് നമ്മൾ ദീപം തെളിയിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ട സങ്കല്പം. നിങ്ങൾ ഓരോരുത്തരും വന്ന് ദീപം കൊളുത്തുമ്പോൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരണം, ഈ ദേഹമാകുന്ന വിളക്കിൽ ഞാൻ ഒരാത്മചൈതന്യമാണ്. ഫസ്റ്റ് സങ്കല്പം. സങ്കല്പധ്യാനത്തോടു കൂടി വേണം നിങ്ങളെല്ലാം ദീപം കൊളുത്താൻ. രണ്ടാമത്തെ സങ്കല്പം, വിളക്ക് കൊളുത്തുമ്പോൾ നമ്മളെല്ലാ ആത്മദീപങ്ങളുടെയും നാഥൻ പരമാത്മദീപമാണ്. ഭഗവാൻ പരം ജ്യോതി, പരംപൊരുൾ, പരമപ്രകാശം, പരമേശ്വരൻ ശിവഭഗവാൻ. ഭഗവാന്റെയും സത്യസ്വരൂപം ജ്യോതിസ്വരൂപമാണ്. സത്യം, ശിവം, സുന്ദരം. ആ പരമപ്രകാശത്തിൻ്റെ മക്കളാണ് എല്ലാ ആത്മാക്കളും. മക്കളാണ് അർത്ഥം എന്താ? അച്ഛൻ്റെ സ്വത്തെല്ലാം നമുക്കുള്ളതാണ്. എന്താ അച്ഛൻ്റെ സ്വത്ത്? ഈ ശരീരത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിന് നമ്മൾ അവകാശിയായിരിക്കുന്നത് പോലെ പരമാത്മാവിൻ്റെ പക്കലുള്ള സ്വത്ത് എന്താണ്? ഈശ്വരജ്ഞാന സൂര്യനാണ്, അറിവിൻ്റെ കടലാണ്, ശാന്തിയുടെ കടലാണ്, ശക്തികളുടെ കടലാണ്, സുഖത്തിൻ്റെ കടലാണ്, സന്തോഷത്തിൻ്റെ കടലാണ്. ആ സമ്പത്തിൻ്റെ അവകാശികളാണ് നമ്മളെ മക്കളെല്ലാം. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ ഉള്ളിലും ഉള്ളതെന്താണ്? ആത്മാവിലെ വെളിച്ചം ശാന്തിയുടെ വെളിച്ചമാണ്. അതുകൊണ്ടാണ് ആരംഭിച്ചപ്പോൾ ഓം ശാന്തി എന്ന് പറഞ്ഞത്. ഞാൻ ഓമാണ്. ഓമർത്ഥം ആത്മാവാണ്. ഓം ശാന്തി അർത്ഥം ഞാൻ ശാന്തി നിറഞ്ഞ ആത്മാവാണ്, ശാന്തിയുടെ സാഗരനായ പരമാത്മാവിൻ്റെ കുട്ടിയാണ്. രണ്ട് സങ്കല്പം. മൂന്നാമത്തെ സങ്കല്പം ഏതാണ്? ദീപം തെളിയിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എടുക്കേണ്ട മൂന്നാമത്തെ സങ്കല്പം, ഞാൻ ആത്മാവായ ഞാൻ ഈ ശരീരത്തിൽ കൂടി മനസ്സ വാച കർമ്മണ, ശരീരം, മനസ്സ്, ധനം, എൻ്റെ സമയം, ശ്വാസം, സങ്കല്പം, ബുദ്ധി രാവിലെ മുതൽ വൈകുന്നത് വരെ എവിടെ ഉപയോഗിക്കുന്നുവോ അതെനിക്ക് സ്വയം ശാന്തി പകരാനും മറ്റുള്ളവർക്കും ശാന്തിയും സമാധാനവും നൽകുന്ന തരത്തിലുള്ള ചിന്തയ്ക്കും വാക്കിനും പ്രവർത്തിക്കും വേണ്ടി ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ ശാന്തി കൊടുക്കുന്ന കാര്യം ചെയ്താൽ നിയമം അനുസരിച്ച് എനിക്ക് എന്ത് കിട്ടും? കൊടുക്കുന്നതേ കിട്ടൂ. അപ്പം ഞാൻ ശാന്തി, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭർത്താവിനും കൊടുത്താൽ മക്കൾ അവരുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടും. കൊടുത്താൽ തന്നെ തരണമെന്നില്ല, പക്ഷെ ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുത്താൽ എനിക്ക് കിട്ടേണ്ടടുത്തുനിന്ന് കിട്ടും. കൊടുക്കുന്നത് പലിശ സഹിതം കിട്ടുക. അപ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ ഇന്ന് നമ്മളെല്ലാവരും എടുക്കുന്ന മൂന്നാമത്തെ സങ്കല്പം ഇതാണ്. ഏതാണ്? മനസ്സാ വാച കർമ്മണ. എൻ്റെ സങ്കല്പവും വാക്കും പ്രവൃത്തിയും, എൻ്റെ ശരീരവും മനസ്സും ധനവും ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിക്കും? എനിക്ക് സമാധാനം, എനിക്കും അതിൽ നിന്ന് സമാധാനം കിട്ടണം. എന്ത് ജോലി ചെയ്താലും, ഇപ്പോൾ നമുക്ക് നമ്മളൊരു അടിച്ചു വാരുന്ന ജോലി, ഇപ്പോൾ ഈ ഹാള് ക്ലീൻ ചെയ്യുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു തൂപ്പുകാരനാകട്ടെ, ആ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനത് സന്തോഷത്തോടെ ചെയ്താൽ, ആത്മാർത്ഥതയോടെ ചെയ്താൽ, എനിക്ക് കൂലിപ്പണിക്ക് 500 രൂപയാണ് കിട്ടണമെന്നിരിക്കട്ടെ, ഞാനത് കടം തീർക്കാൻ വേണ്ടി, നമ്മൾ പറയില്ലേ, ഒന്ന് കടം തീർക്കാൻ വേണ്ടി ചെയ്യാം. അങ്ങനെയുള്ള കടം തീർക്കലാകരുത്. ആരെങ്കിലും ഹാളിൻ്റെ ഓണർ നോക്കിയാൽ നന്നായിട്ട് അടിക്കുക, ഇല്ലെങ്കിൽ അതേസമയം ആ കർമ്മം ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ എനിക്ക് ഓണറുടെ കയ്യിൽ നിന്ന് 500 രൂപ വൈകുന്നേരമായിരിക്കും ചിലപ്പോൾ കിട്ടുക. പക്ഷെ ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ, സത്യസന്ധമായിട്ട് ചെയ്താൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന ആ 2 മണിക്കൂറും എനിക്ക് സന്തോഷമുണ്ടാവും. അപ്പോൾ കൂലി ആദ്യം കിട്ടും. ഏത്?
ഫസ്റ്റ് സാലറി ഇതാണ്, രണ്ടാമത്തെ കൂലിയാണ് അവിടെ നിന്ന് കിട്ടും. ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലെ കാര്യമാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ എവിടെ ചെയ്യുന്നോ അതെന്താണ്? ഭഗവത് സേവയാണ്. എവിടെ ചെയ്ത് ഭഗവത് സേവയാണെന്ന്. ഇപ്പം അമ്പലത്തിൽ പോയി നമുക്കൊരു ഭഗവത് സേവ കിട്ടുമ്പോൾ നമ്മൾ എത്ര ആത്മാർത്ഥതയോടെ ചെയ്യുക, ആണോ അല്ലയോ? ഭഗവത് സേവ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരുദ്വാരകളിൽ പോലും ഷൂസ് തുടയ്ക്കുന്ന ജോലി പോലും, അവിടെ വന്നു പോകുന്നവരുടെ ചെരുപ്പ് ക്ലീൻ ചെയ്യുന്ന ജോലി പോലും വലിയ വലിയ ആൾക്കാർ പോലെ ഇരുന്ന് ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നത്? ഭഗവത് സേവ. ഭഗവത് സേവ അതിന് പുണ്യമുണ്ട്. എന്താ പുണ്യം? ആശീർവാദം കിട്ടും എല്ലാവരുടെയും. അപ്പോൾ ആശീർവാദം കിട്ടാൻ വേണ്ടി നമ്മൾ അമ്പലത്തിലല്ലെങ്കിൽ ഗുരുദ്വാരയിലല്ലെങ്കിൽ എവിടെ ആ ഷൂസ് തുടയ്ക്കുന്ന ജോലി മാത്രമല്ല, നമ്മൾ രാവിലെ മുതൽ വൈകുന്നത് വരെ നമ്മുടെ വീട്ടിൽ ഞാൻ ഷൂസ് ഊരി ചെരുപ്പൂരി വെക്കുന്നത് പോലെ എങ്ങനെയായിരിക്കണം? ഇനി ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അല്ലെങ്കിൽ ചെരുപ്പ് തേടലാണ് എല്ലാ വീട്ടിലെ ആദ്യത്തെ പ്രശ്നം. ഒരു ചെരുപ്പ് അവിടെയും വലിച്ചെറിയും, അടുത്ത ചെരുപ്പ് വേറൊരിടവും വലിച്ചെറിയും. രാവിലെ തേടലാണ് ചെരുപ്പ് എവിടെ, ചെരുപ്പ് എവിടെ, ഷൂസ് എവിടെ, സോക്സ് എവിടെ. ആ രണ്ട് ചെരുപ്പ് ഒരുമിച്ച് വെക്കാൻ ആദ്യം നമ്മൾ പഠിക്കണം. നമ്മളത് ചെയ്താൽ നമ്മുടെ മക്കളത് കണ്ട് പഠിക്കും, പേരമക്കളത് കണ്ട് പഠിക്കും. അപ്പം രാവിലെ ചെരുപ്പ് തേടി, ഷൂസ് തേടി, സോക്സ് തേടി സമയം കളയില്ല. ഇപ്രകാരം നമ്മൾ ഓരോ കർമ്മവും രാവിലെ മുതൽ വൈകുന്നത് വരെ ചെയ്യുന്നത്, വീട്ടിലായാലും പുറത്തായാലും അത് ഭഗവത് സേവയായിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് ആ ചെയ്യുന്ന ഓരോ കർമ്മത്തിൽ നിന്ന് എന്ത് കിട്ടും? സുഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ബാക്കി നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ മുഴുവൻ ലോകം നമ്മളെ വിളിക്കും പണിക്ക്. വിളിക്കുമല്ലേ? പണിയില്ലാത്തൊരവസ്ഥ ആർക്കും ജീവിതത്തിൽ വരില്ല. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലൊരു കൂലിപ്പണിക്കാരനെ ആരെ അന്വേഷിക്കുക? എല്ലാവരെയും വിളിക്കില്ല. ആരെ അന്വേഷിക്കുക? നന്നായി പണിയെടുക്കുന്ന ആൾ, ആത്മാർത്ഥമായി ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ ആരാ, സത്യസന്ധമായി ചെയ്യുന്ന പ്ലംബർ ആരാ, ആത്മാർത്ഥമായിട്ട് കൂലിപ്പണിയെടുക്കുന്ന പണിക്കാരനാരാ. പറമ്പിൽ ഇത്തിരി പണിയുണ്ട്, കാട് പിടിച്ച് കിടക്കുക, പക്ഷെ വെറുതെ അല്ലേ കടം തീർക്കാൻ വരുന്നവരാകരുത്. കാരണം വൈകിട്ട് പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കരുത്. പൈസയും കൊടുക്കണം, പണിയെടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നമുക്ക് മരണം വരയ്ക്കും പണി കിട്ടാത്തൊരവസ്ഥ. നമ്മളെ വിളിച്ചു തരും ജോലി. സത്യസന്ധതയും ആത്മാർത്ഥതയുള്ളവരെ വിളിക്കും, ക്ഷണിക്കും. ജോലിയും പദവിയും എല്ലാം നമ്മളെ വിളിച്ചു തരും. അതല്ലേ നമ്മൾ കണ്ടേ, നമ്മുടെ ആദരണീയ മുർമുജി അല്ലേ രാഷ്ട്രപതി സ്ഥാനത്ത് എങ്ങനെ എത്തിയത്? വിളിച്ചു കൊടുത്തു, ക്ഷണിച്ചു കൊടുത്തു. എന്താ കാരണം? ആരുടെ ഉള്ളിൽ യോഗ്യതകളുണ്ടോ, അർഹതയ്ക്കുള്ള അംഗീകാരം അത് ഭഗവാനും ഈ പ്രപഞ്ചവും ശ്രേഷ്ഠാത്മാക്കളും നമ്മുടെ ശ്രേഷ്ഠ കർമ്മം നമുക്കെല്ലാം കൊണ്ടുവന്ന് തരും. അതേപോലെ ഇല്ലാതാക്കുന്നത് ഏത് തന്നെയാണ്? കർമ്മമാണ് വ്യക്തിയുടെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ മൂന്നാമത്തെ ഈ സങ്കല്പം നമുക്ക് എടുക്കാം. ഏത് സങ്കല്പം? മനസ്സാ വാച കർമ്മണ സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും ആരോഗ്യത്തോടും കൂടിയ ഒരു ജീവിതം ഞാനും ജീവിക്കും. സുഖശാന്തി സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ചിന്തയും വാക്കും പ്രവൃത്തിയും ഞാൻ ഓരോന്നും ചെയ്യും. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ 88ാം വാർഷികത്തിൽ നമ്മൾ ഓരോ ഗ്രാമങ്ങളിലും കുഞ്ഞു കൂട്ടായ്മകളിലും ഈ ഒരു സങ്കല്പ ധ്യാനമാണ് ഈ ചെയ്ത് അതിനുശേഷം ദീപം കൊളുത്തുന്ന ധ്യാനവും നമ്മൾ ചെയ്യണം. അപ്പോൾ ഇപ്പം നമുക്ക് ആദ്യം ഒരു 3 മിനിറ്റ് മെഡിറ്റേഷനും കൂടെ ഈ സങ്കല്പത്തോടു കൂടി ചെയ്യാം. അതിനുശേഷം നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം നമ്മുടെ 88ാം വാർഷികത്തിന് ആശംസകളും പകർന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ചേർന്ന് ദീപം കൊളുത്താം. നിവർന്നിരിക്കാം. ആദ്യം നമുക്ക് മനസ്സിൽ ദീപം തെളിയിക്കാം. വളരെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കും. മനസ്സ് നിറയെ ആദരവോടെ സ്നേഹത്തോടെ സർവേശ്വരനെ മനസ്സിൽ ധ്യാനിക്കും. ഭഗവാന് മുന്നിൽ വളരെ സ്നേഹത്തോടു കൂടി മനസ്സിനെ സമർപ്പിക്കും. ആ സത്യം ശിവം സുന്ദരം പരമ്പൊരുൾ പരമപ്രകാശം ഭഗവാന്റെ മക്കളാണ് നമ്മൾ.
ദീപം തെളിയിക്കാം നമുക്കാദ്യം. ദേഹമാകുന്ന ഈ വിളക്കിൽ ആത്മദീപം തെളിയിക്കൂ. ശ്രദ്ധ ഇരുപുരിക മധ്യത്തിൽ കൊണ്ടുവരൂ. തലച്ചോറിനുള്ളിൽ പ്രകാശിക്കുന്ന ആത്മചൈതന്യമാണ് ഞാൻ. അകക്കണ്ണിൽ തൻ്റെ സുന്ദര രൂപം ദർശിക്കും. ശിരസിനുള്ളിൽ കിടാവിളക്ക് പോലെ പ്രകാശിക്കുന്ന പരമേശ്വര സന്താനമാണ് ഞാൻ. ശാന്തമായൊരു വെളിച്ചം ശാന്തിയുടെ ശീതളമായ പ്രകാശമൊഴുകി ആത്മീയ ഊർജത്തിൻ്റെ പ്രസരണം ആത്മദീപത്തിൽ നിന്ന് ശിരസ് മുതൽ പാദം വരെ മുഖത്തും കഴുത്തിലും നെഞ്ചിലും ഉദരഭാഗങ്ങളിലൂടെ കാൽവിരൽ തുമ്പ് വരെ ശാന്തിയുടെ ശീതളമായ പ്രകാശ ഊർജം നിറഞ്ഞ് ശരീരമാസകലം ശാന്തവും സ്വസ്ഥവുമാക്കുകയാണ്. പ്രകാശപൂരിതമാക്കുകയാണ്. മനസ്സും ശാന്തം, ശരീരവും ശാന്തം. ഞാനൊരു വെളിച്ചമാണ്, ശാന്തമായൊരു വെളിച്ചം, മിന്നാമിനുങ്ങ പോലെ ഒരു പ്രകാശം. ആത്മീയ വെളിച്ചമായ ഞാൻ മഹാദീപം മഹാദേവൻ്റെ സന്നിധാനത്തിലേക്ക് മനസ്സുകൊണ്ട് ഭഗവാന്റെ മടിത്തട്ടിലേക്ക് ഒരു നിമിഷ നേരം ഒറ്റയോട്ടം ഈ പ്രപഞ്ചത്തിന് അപ്പുറം ബ്രഹ്മാണ്ടത്തിൻ്റെ നിറകയിൽ നിശബ്ദതയുടെ ലോകത്ത് പരമപവിത്രമായ ധാമത്തിൽ കാവ്യനിറമാർന്ന ബ്രഹ്മാണ്ടത്തിൻ്റെ നിറകയിൽ പരമേശ്വര സന്നിധാനത്തിൽ മുഴുവൻ വിശ്വത്തിന് വെളിച്ചം നൽകുന്ന പരമപ്രകാശമായ പരമ്പൊരുളിനരികിൽ സത്യം, ശിവം, സുന്ദരം ശിവപിതാവിന് മടിത്തട്ടിൽ പരമേശ്വര ചൈതന്യത്താൽ വലയം ചെയ്യപ്പെട്ട് ഭഗവാന്റെ 1000 കൈകൾ പോലെ സർവേശ്വരൻ്റെ ശക്തികൾ എന്നെ വലയം ചെയ്തിരിക്കുകയാണ്. മനസ്സ് മുഴുവൻ വെളിച്ചമാണ്, ഭഗവത് ചൈതന്യം. മനസ്സൊരു ബാറ്ററി പോലെ റീചാർജ് ആകുകയാണ്. സർവശക്തിവാൻ എല്ലാ ശക്തികളും നൽകി അനുഗ്രഹിക്കുകയാണ്, ആശീർവദിക്കുകയാണ്.
ജീവിതത്തിൽ എന്തും നേരിടാനുള്ള കരുത്ത്, മനോബലം എനിക്കുണ്ടിപ്പോൾ. ഞാൻ ഒറ്റയ്ക്കല്ല, ഭഗവാനാണ് എൻ്റെ കൂട്ടുകാരൻ. സർവേശ്വരൻ എൻ്റെ സർവബന്ധുവാണെന്ന സാമീപ്യം. ഞാൻ ഒറ്റയ്ക്കല്ല, ശിവശക്തിയാണ്. എല്ലാ ഭാരങ്ങളും ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് പരമേശ്വര ശക്തിയാൽ കരുത്താർജിച്ച് ഇനി എനിക്ക് ദുഃഖിച്ചും കരഞ്ഞും വിഷമിച്ചിരിക്കാനുള്ള നിമിഷങ്ങളല്ല, എന്തും തരണം ചെയ്യാനുള്ള കരുത്ത്, ജീവിതത്തിൽ വിജയിക്കാനുള്ള ശക്തി സർവശക്തിവാനിൽ നിന്ന് പ്രാപ്തമായിരിക്കുകയാണ്. ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കരുത്ത് എനിക്കുണ്ട്. ഞാൻ ശക്തിശാലിയായ പരമേശ്വര പുത്രനാണ്, പരമേശ്വര സന്താനമാണ്. സർവശക്തിവാന്റെ ഈ ശക്തികിരണങ്ങൾ സമസ്ത പ്രപഞ്ചത്തിലും വിശ്വമാകുന്ന കുടുംബത്തിലെ എല്ലാ മക്കളിലും നിറയട്ടെ. എല്ലാവർക്കും എല്ലാറ്റിനുമുള്ള കരുത്ത് ലഭിക്കുകയാണ്. സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള കരുത്ത്, സച്ചിന്തകൾക്കുള്ള ശക്തി, നല്ല വാക്കുകൾ ഉപയോഗിക്കാനുള്ള കരുത്ത് എല്ലാവർക്കും ലഭിക്കുകയാണ്. സർവ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഭഗവാന്റെ കുടക്കീഴിൽ സദാ സുരക്ഷിതത്വം ലഭിക്കുകയാണ്. ഈ പ്രദേശം മുഴുവൻ, 5 മൈൽ ഏരിയ മുഴുവൻ, ഓരോ വീടുകളിലും സർവാത്മാക്കൾക്കും ഭഗവാന്റെ മക്കൾക്കെല്ലാം ഈശ്വരീയ കുടക്കീഴിൽ ശാന്തിയും സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും സദാ സുരക്ഷയും ഉണ്ടാകട്ടെ. ഈ ഹാളിലിരിക്കുന്ന മക്കൾക്കെല്ലാം കുടുംബസമേതം ഈശ്വരൻ്റെ കുട ശിരസ്സിന് മുകളിൽ സദാ, സർവശക്തിവാന്റെ കുടക്കീഴിലാണ് ഞാൻ എന്ന അനുഭവം ശരീരത്തിനും മനസ്സിനും സദാ ഉണ്ടാകട്ടെ. എല്ലാവരിലും ആത്മദീപം സദാ തെളിഞ്ഞിരിക്കട്ടെ. ഭഗവാന്റെ ഓർമ്മയുടെ ദീപം സദാ ജ്വലിച്ചിരിക്കട്ടെ. ശ്രേഷ്ഠകർമ്മം ചെയ്യണമെന്ന ഇച്ഛാശക്തി സദാ പ്രജ്വലിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വപരിവർത്തനത്തിലൂടെയാണ് വിശ്വപരിവർത്തനം എന്ന ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ലക്ഷ്യം നമുക്ക് വളരെ സഹജമായി മനസ്സിലാക്കി തന്നു. ആത്മബോധത്തിൽ നിന്നും പരമാത്മബോധത്തിലേക്ക് നമ്മളെ നയിച്ച മീന സിസ്റ്റർക്ക് നന്ദി. ഈ ആഘോഷവേളയിൽ നമ്മളോടൊപ്പം
വേദിയിൽ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമുക്ക് ആശീർവചനങ്ങൾ, ആശംസകൾ നൽകുന്നതാണ്. ആദ്യമായി പാലക്കാട് ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡൻ്റായ മധുസൂദനൻ സാറ് കുറച്ച് ശബ്ദങ്ങളിൽ നമുക്ക് ആശീർവചനം നൽകുന്നതാണ്. ഹരി ഓം. വേദിയിൽ ഉപവിഷ്ടയായിട്ടുള്ള ബഹുമാന്യയായ നമ്മുടെ ആത്മീയ ആചാര്യന്മാരെ, സിസ്റ്റർ, സുഹൃത്തുക്കള്, ബ്രഹ്മകുമാരീസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സജ്ജനങ്ങളെല്ലാവർക്കും വിനീതമായ നമസ്കാരം. തിരക്ക്, വേഗത എത്രയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഓടുന്നൊരു ലോകത്തിൻ്റെ ബ്രേക്കാണ് 140 രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മകുമാരീസിൻ്റെ നിശബ്ദമായ ഈ വിപ്ലവം. 1936 ആരംഭിച്ച് ഒരു 12 വർഷം കൂടി കഴിയുമ്പോൾ നൂറ്റാണ്ട് പിന്നിടുന്ന ഒരു മഹാപ്രസ്ഥാനമായി വളരെ നിശബ്ദമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ട് ലോകത്തെ. സർവവും ശിവകരമാകുന്ന ഒരു ദിനത്തെ സ്വപ്നം കണ്ടുകൊണ്ട് സർവത്തിൻ്റെയും അടിസ്ഥാനം ഏകമായിരിക്കുന്ന ബ്രഹ്മമാണ് എന്നുള്ള ബോധം ഓരോ മനസ്സുകളിലും നിറച്ചുകൊണ്ട് അവനവനെ കണ്ടെത്തുമ്പോഴാണ് അവൻ ലോകത്തെ കണ്ടെത്തുന്നത് എന്ന ഒരു ബോധ്യം ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു നിശബ്ദമായ പ്രവർത്തനമാണ്. മനസ്സിനെ ആധുനിക ശാസ്ത്രം, ഭാരതീയ ശാസ്ത്രം നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയ തലത്തിലേക്ക് ഭൗതികമായിട്ട് കണ്ടെത്തിപ്പെട്ടിട്ടില്ല. നമ്മളുടെ ആചാര്യന്മാർ മനസ്സിൻ്റെ ജാഗരണ അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തിയുടെ അവസ്ഥ കഴിഞ്ഞ് തുരീയ അവസ്ഥ എന്ന 4ാമത്തെ അവസ്ഥയെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ട്. ഫ്രോയിഡിയൻ സിദ്ധാന്തം മുതൽ ഇങ്ങോട്ടുള്ള അത്യന്താധുനിക സിദ്ധാന്തങ്ങളിൽ ഒന്നും തന്നെ ഈ 4ാമത്തെ അവസ്ഥയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഫിസിക്സിൻ്റെ ഏറ്റവും അത്യന്താധുനികമായ ചിന്ത എത്തി നിൽക്കുന്നത് തമോ ഗർത്ത സിദ്ധാന്തത്തിലാണ്. അനന്തശൂന്യതയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നു. അല്പമാത്ര ബോധ സ്വരൂപികളായി, അല്ലെങ്കിൽ ആ അല്പമാത്ര ബോധത്തെ മാത്രം ഉണർത്തി പ്രവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏതാണ്ട് പോയിന്റിന് താഴെയുള്ള, 0യ്ക്കും താഴെയുള്ള തരത്തിലാണ് നമ്മളെ മസ്തിഷ്കത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു 2% പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കടന്നുപോയിട്ടുള്ളവരൊക്കെ അവതാര പുരുഷന്മാരായി ഇന്ന് ലോകത്ത് നിൽക്കുന്നുണ്ട്. രമണ മഹർഷിയുടെ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആംഗലേയകാരനായിട്ടുള്ള ഒരു ഡോക്ടർ എഴുതിയ പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഹൂ ആം ഐ, ആരാണ് ഞാൻ എന്നുള്ളതാണ്. ഞാൻ ഈ ശരീരമാണോ? അല്ല. കാരണം എന്താണ്? ശരീരം എൻ്റേതാണ്, എൻ്റെ വിരലാണ്, എൻ്റെ വിരൽ എൻ്റെ കയ്യിലാണ്, എൻ്റെ കൈ എൻ്റെ തോളോട് ചേർന്നാണ്, എൻ്റെ തോൾ എൻ്റെ ശരീരത്തോട് ചേർന്നാണ്.
മൊത്തത്തിൽ ഞാൻ ഈ ശരീരമാണോ? ഒരിക്കലുമല്ല. ഈ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അത് എൻ്റെ വാച്ചെന്ന് പറയുന്നത് പോലെ, എൻ്റെ ഷർട്ടെന്ന് പറയുന്നത് പോലെ ഓരോ അവയവവും എൻ്റേതാണ്. അതുകൊണ്ട് ഞാൻ ശരീരമല്ല. അപ്പം ഞാൻ മനസ്സാണോ? കാരണം എൻ്റെ മനസ്സെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സില്ലെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ മനസ്സും ഞാനല്ല. അപ്പോൾ പിന്നെ ആരാണ്? അയം ആത്മാ, ഞാൻ ആത്മസ്വരൂപമാണ്. ആ ആത്മസ്വരൂപം എന്താണ്? ബ്രഹ്മ. അയം ആത്മാ ബ്രഹ്മ. ഉപനിഷത്ത് വാക്യങ്ങളിലെ ചതുർവാക്യങ്ങളിൽ ഏറ്റവും വലിയ അർത്ഥഭാരമുള്ള ഒരു ഘനമുള്ള വാക്കാണത് അയമാത്മാ ബ്രഹ്മ. ബ്രഹ്മ എന്നുള്ളത് കൊണ്ട് ബ്രഹ്മണം ചെയ്തു നിൽക്കുന്നത്, അഥവാ നിറഞ്ഞു നിൽക്കുന്നത്. എന്താണ് നിറഞ്ഞു നിൽക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ സർവത്തിലും സൂക്ഷ്മാതി സൂക്ഷ്മരൂപത്തിലും ബൃഹത്താതി ബൃഹത് രൂപത്തിലും നിൽക്കുന്നത്, തിങ്ങി നിറഞ്ഞ് വിളങ്ങി തിളങ്ങി പ്രകാശിച്ച് നിൽക്കുന്നത് എന്താണോ അത് ശൂന്യതയാണെങ്കിൽ അത് സൂക്ഷ്മതയാണെങ്കിൽ അത് സ്ഥൂലതയാണെങ്കിൽ അത് ബൃഹത്താണെങ്കിൽ അതെന്താണോ അതാണ് ഞാൻ. ഈ ബോധത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണത്തിൻ്റെ പടിവാതിലിൽ ഞാൻ എത്തുന്നത്. പിന്നെ എനിക്ക് അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മഹാസുഹൃതികൾ പറയുന്നു. പക്ഷേ ഇത് പറയുന്നയാളും അങ്ങനെ ഒന്ന് ഉണ്ടെന്ന് വായിച്ചുള്ള അറിവിലാണ് ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്ന് വായിച്ചറിയുമ്പോൾ തന്നെ ലഭിക്കുന്ന സുഖത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അവസ്ഥകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനോതലത്തിൻ്റെ ഓർമ്മയായും ഉടമയായും മാറുന്ന അവസരത്തിൽ അനുഭവിക്കുന്ന സുതാര്യമായ സുഖകരമായ സുന്ദരമായ ഒരു മനോ അവസ്ഥയുണ്ട്. ആ അവസ്ഥ അനുഭവിക്കുമ്പോൾ പോലും നമുക്ക് വലിയതായിട്ടുള്ള സന്തോഷവും സന്തോഷം താൽക്കാലികമാണ്, ആനന്ദം നിതാന്തമായ ആനന്ദം ലഭിക്കുന്നുവെങ്കിൽ അതനുഭവിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എത്രത്തോളം വലുതായിരിക്കും. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന ഇത് പ്രഭാഷണം നടത്താനുള്ളൊരു വേദിയല്ലെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് കടിഞ്ഞാണിടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന മനോതലത്തെ വളർത്തിയെടുക്കുവാൻ ഭൗതിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമുക്കേവർക്കും സാധിക്കുവാനുള്ള രാജയോഗ മാർഗമാണ് നമ്മുടെ മുമ്പിൽ ബ്രഹ്മകുമാരീസിലൂടെ അവതരിപ്പിക്കപ്പെടുകയും നിങ്ങൾക്ക് നൽകപ്പെടുകയും ചെയ്യുന്നു. അത് അനുഭവിക്കാനുള്ളൊരു യോഗം സജീവമായും സക്രിയമായും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ഞാൻ വിരാമമെടുക്കുന്നു. നമസ്കാരം. ആത്മബോധമാണ് ആനന്ദത്തിൻ്റെ ഉറവിടമെന്ന് മനസ്സിലാക്കി തന്ന് നമുക്ക് കുറച്ച് ശബ്ദങ്ങളിലൂടെ ആശംസകൾ നൽകിയ മധുസൂദനൻ സാർക്ക് നന്ദി. അടുത്തതായി വെൽനസ് ക്ലിനിക്കിലെ ഹോമിയോ ഡോക്ടറായ മുരളി സാറിനെ ആശംസകൾക്കായി ക്ഷണിക്കുന്നു. മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് സിസ്റ്റർ വളരെ മനോഹരമായി പറഞ്ഞു തന്നു. അതുപോലെയാണ് ശരീരത്തിൻ്റെ ആരോഗ്യം. മനസ്സും ശരീരവും നമ്മളുടെ സമ്പത്താണ്. അപ്പോൾ സാറ് ഈ ചൂട് കൂടിയ സമയത്ത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ടിപ്സും കൂടെ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ആദ്യമായി എനിക്ക് ഈ ഒരു അവസരം തന്ന, ഈ ഒരു വേദിയിൽ സംസാരിക്കാൻ അവസരം തന്ന ബ്രഹ്മകുമാരീസിൻ്റെ പ്രത്യേകിച്ച് ഇടത്തറ ഭാരവാഹികൾക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ 88 വർഷം പിന്നിടുന്ന ഈ ഒരു മഹാപ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആത്മീയ കാര്യങ്ങളാണ് എല്ലാവരും സംസാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഒരു ഡോക്ടറായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മാറ്റി ചിന്തിക്കാം. കാരണം ആരോഗ്യ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ജീവിത സുഖം എന്ന് പറയുന്നത് ഹാപ്പിനെസ്സാണ് ലൈഫിൽ ഉണ്ടാവേണ്ടത്. അത് എത്തിപ്പറ്റാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമ്മൾ പ്രയത്നിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മനസ്സും ശരീരവും ചേർന്നാണ്. സാറ് പറഞ്ഞൊരു ആത്മീയതയും കൂടെ ഉണ്ട് അതിൽ. ഞാനിവിടെ മനസ്സിനും ശരീരത്തിനും മാത്രം ഒന്ന് വിശകലനം ചെയ്യുകയാണ്. മനസ്സിലാണ് ആദ്യം അസുഖം ഉണ്ടാകുന്നത്. ഒരിക്കലും ആദ്യം മനസ്സിലുണ്ടായിട്ട് പിന്നെയാണ് അത് ശരീരത്തിലേക്ക് ബാധിക്കുന്നത്. ഒരു കൂട്ടായ്മയിലാണ് സംഭവിക്കുന്നത്. ഒരു മനസ്സും ഒപ്പം തന്നെ ശരീരവും, ഇത് രണ്ടിൻ്റെയും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഒരു വ്യക്തി ഉണ്ടാകുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴേ അവിടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് രോഗം പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഭാഗമായിട്ടാണ്
അല്ലെങ്കിൽ വേറെ പല കാലാവസ്ഥയാണ്, എൻവയറൺമെൻറ്റാണ്, വെള്ളമാണ്, ഉണ്ട്, പങ്കില്ലാന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും അതിന് പങ്കുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് മനസ്സ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഘടകമുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് ലിവറിനൊരു അസുഖം വരുന്നത്? പൊതുവെ ഡോക്ടേഴ്സ് എല്ലാവരും പറയാറുണ്ട് ആൽക്കഹോളാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നുണ്ട്. ഞാൻ ചന്ദ്രനഗർ കോളനിയിൽ താമസിക്കുന്നൊരു വ്യക്തിയാണ്. ഞങ്ങളുടെ കോളനിയിൽ ഏറ്റവും സമ്പന്നമായിട്ടൊരു കുടുംബം, സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുന്നൊരു കുടുംബം. ആ കോളനിയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഒരു വീടാണത്. മക്കളെല്ലാം വിദേശങ്ങളിലാണ്. അവിടുത്തെ ആ മാഡത്തിന് 50 വയസ്സേ ഉള്ളൂ. അവർക്ക് ക്യാൻസറസ് വന്നു. അപ്പം എന്തുകൊണ്ടത് സംഭവിച്ചു? നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമുക്ക് ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആർക്കും അറിയില്ല. ഒരു കാര്യം മാത്രം അറിയാം, മരിക്കുമെന്ന് മാത്രം അറിയാം. പലരും വന്ന് പറയാറുണ്ട് അച്ഛന് ക്യാൻസറായി, അമ്മയ്ക്ക് ക്യാൻസറായി. അപ്പോൾ തിരിച്ച് നമ്മൾ എന്താണ് ഈ ക്യാൻസർ എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം നമ്മളാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. അതിൽ ഞാൻ പറഞ്ഞു മൈൻഡിൻ്റെ കാര്യം പറഞ്ഞു. മൈൻഡിന് വലിയൊരു പങ്കുണ്ട്. ശരീരത്തിനാണ് അതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്നത്. അപ്പം മൈൻഡിൻ്റെ പ്രാധാന്യം ഒരു ഉദാഹരണം കൂടെ ആയിട്ട് ഞാൻ പറയാം. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം COVID-19 എന്നുള്ള പേരിലാണ് അത് വന്നിരുന്നത്. അത് നമ്മളെ ബാധിച്ചത്, കേരളീയരെ ബാധിച്ചത് 2020-21 സാമ്പത്തിക വർഷ കാലഘട്ടത്തിലാണ് നമുക്കത് ബാധിച്ചത്. ഒന്ന് ഓർക്കണം, ആ കാലഘട്ടത്തിൽ നിശ്ചയിച്ചിരുന്ന പല സർജറികളും നടന്നിരുന്നില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് സർജറികൾ മാത്രമേ ആ കാലഘട്ടം നടന്നിരുന്നുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ ചികിത്സയ്ക്ക് പോകേണ്ടി വന്നിരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളുണ്ടായിരുന്നില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി വീടിനകത്ത് സന്തോഷപൂർവ്വം പല പല റെസിപ്പീസ് പരീക്ഷിച്ചൊരു കാലഘട്ടം കൂടെയാണ് ആ സമയത്ത്. ആർക്കും അസുഖങ്ങളുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിരുന്നത്? അപ്പം അതേപോലെ തന്നെ ഇപ്പം ഈ അടുത്തിടെ ഞാൻ കണ്ട ഒരു സിനിമ ആടുജീവിതം, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും. പൃഥ്വിരാജ് അഭിനയിച്ചൊരു സിനിമയാണ്. അതിൽ ആ വ്യക്തി നജീബ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഉള്ള സമയത്ത് അദ്ദേഹം മീൻ പിടിക്കാനും ഒപ്പം മണൽ വാരാനും ഒക്കെ പോയിരുന്നൊരു വ്യക്തിയാണ്. എല്ലാ 3 മാസം കൂടുമ്പോഴും ഡോക്ടറെ സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഈ മണലാരണ്യത്തിൽ 2.5 വർഷം 3 വർഷം യാതൊരു രോഗവുമില്ലാതെ കഴിഞ്ഞുകൂടി. അയാൾ ആ ഒരു ചികിത്സ എടുത്തിട്ടുള്ള അസുഖങ്ങൾ വന്നു പോയി എല്ലാം നടന്നു. അപ്പം എവിടെ നിന്നാണ് ഈ അസുഖം വരുന്നത്? വരും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരും. ഇപ്പോൾ ഫുഡ് പോയ്സണിങ് വരാം, അല്ലെങ്കിൽ വീഴ്ചകളിലൂടെ വരാം, അതും സംഭവിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടായ്മയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ മൈൻഡാണ് ദ ബേസിക് ഫാക്ടറായിട്ട് നമ്മൾ എപ്പോഴും എടുക്കാറുള്ളത്. നമ്മൾ എടുക്കേണ്ടത് അവിടെയാണ്. പക്ഷേ അവിടെ നമുക്ക് ഒരു പരിധിയുണ്ട് അതിനെ തടഞ്ഞു നിർത്താനായിട്ട്. പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നങ്ങൾ വരും, നമുക്കറിയാം. ഇപ്പം അതിനിടയിൽ ഒരു സംഭവം കൂടെ പറയാം. കാരണം എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ബ്രഹ്മമുഹൂരീസായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവിടെ സ്ഥിരം സന്ദർശിക്കുന്നവർ എൻ്റെ കഞ്ചിക്കോട് ക്ലിനിക്കിനടുത്തുണ്ട്. ഞാൻ ചന്ദ്രനഗർ ക്ലിനിക്കുണ്ട്, അവിടെയും വരാറുണ്ട്. അവിടെ വരുന്ന ഒരു കേണൽ ഇയേഴ്സ് ബാക്കാണ്, 10 വർഷത്തിന് മുമ്പ് അവളായിട്ടുണ്ടാവും. അദ്ദേഹം ഭയങ്കര സമ്പന്നനായിട്ടൊരു വ്യക്തിയാണ്. കാരണം പെൻഷൻ തന്നെ അദ്ദേഹത്തിന് 1.25 ലക്ഷം രൂപയോളം പെൻഷൻ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അതിലൊന്നും ഒരു കാര്യവുമില്ല. മക്കൾ 2 പേരുണ്ട്, വിദേശങ്ങളിലാണ്. ഒരാൾ UK-യിലും ഒരാൾ US-ലും. അപ്പം സാർ ഞങ്ങൾ ബ്രഹ്മകുമാരീസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തിനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതെന്ന്. അവർ സ്നേഹത്തിന് വേണ്ടി യാചിക്കുകയാണ്. കാരണം അത് കിട്ടുന്നില്ല. പൈസ ധാരാളം ഉണ്ട്. ഒപ്പം തന്നെ അവർ ചാരിറ്റിയും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്ര നല്ലൊരു ആശയമാണ് ബ്രഹ്മകുമാരീസിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്നുള്ളതും കൂടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഇവിടെ ഞാനീ പറഞ്ഞു പ്രശ്നങ്ങൾ, മനസ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് സ്വാഭാവികമാണ്. കാരണം നമ്മളെല്ലാ വികാരങ്ങളുള്ള വ്യക്തികളാണ്. ദേഷ്യം വരാം, സങ്കടം വരാം, സഹതാപം വരാം, അസൂയ വരാം, എല്ലാം ഉള്ള വ്യക്തികളാണ്. പലപ്പോഴും നമുക്കത് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. അത്രയും ആത്മീയമായ ചിന്തകൾ ഉള്ള വ്യക്തികൾക്ക് അത് കൺട്രോളിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. സാധാരണയായിട്ടുള്ള നമ്മൾക്ക് പെട്ടെന്ന് അത് നിയന്ത്രിക്കാൻ പറ്റിയില്ല, നമ്മൾ പ്രതികരിച്ചെന്നിരിക്കും. പിന്നെയാണ് നമ്മൾ ആലോചിക്കുക അത് വേണ്ടായിരുന്നു എന്നുള്ളത്. ആ സമയം കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള പല അവയവങ്ങളെയും അത് ബാധിച്ചിട്ടുണ്ടാവും. എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ടാണ്. ഗട്ടെന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഗട്ടെന്ന് പറഞ്ഞാൽ കുടലാണ്. വാ മുതൽ ആനൽ റീജിയൻ, മലദ്വാരം വരെയുള്ള ആ ഒരു ഏരിയ, അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരം നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. പ്രശ്നങ്ങൾ വരും. ഞാനീ പറഞ്ഞ പോലെ കടലിലെ തിരമാല പോലെ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം വരും. അതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ മാസങ്ങളോളം നീണ്ട ഒരു പ്രശ്നമായിരിക്കും. നമ്മൾ ഒരുവിധം സോൾവ് ചെയ്ത് വരുമ്പം തിരിച്ചങ്ങോട്ട് ഇറങ്ങുമ്പോൾ അടുത്തൊരു വലിയ പ്രശ്നം വരും. ഇതെല്ലാം കഴിയുമ്പോൾ വലിയ സുനാമി പോലെ വേറൊരു പ്രശ്നം വരും. അപ്പോൾ അവിടെ നമുക്ക് ഇടാം. ഈ രീതിയിലുള്ള ബ്രഹ്മകുമാരീസ് പോലുള്ള സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ അതിനെ നമുക്ക് അതിൻ്റെ പരിധിക്കാക്കി തരാൻ പറ്റുന്നുള്ളൂ. നമ്മളെ മനസ്സിനെ കുറച്ചുകൂടി കൺട്രോളാക്കി തരാൻ പറ്റും. എന്നിരുന്നാലും അവിടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തെയാണ്. ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഗട്ടിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ശരീരത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്ന് പറഞ്ഞാൽ കോശങ്ങളാണ്, സെൽസ് എന്ന് പറയും.
കുറേ സെല്ലുകൾ കൂടുന്നതാണ് ഒരു ടിഷ്യൂ ആവുന്നത്, ടിഷ്യൂകൾ കൂടിയിട്ടാണ് ഒരു ഓർഗൻ ആവുന്നതും, കുറേ ഓർഗനുകൾ ചേർന്നിട്ടാണ് ഒരു സിസ്റ്റം ആവുന്നതും, സിസ്റ്റംസാണ് ഒരു ശരീരമായി മാറുന്നത്. അപ്പോൾ അടിസ്ഥാന ഘടകമായിട്ടുള്ള നമ്മളെ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ മാനസിക സംഘർഷങ്ങൾ വരുന്നത് നമുക്ക് പിടിച്ചിരുത്താൻ പറ്റും. രോഗങ്ങളിലേക്ക് തള്ളിവിടാതെ നമുക്കത് പിടിച്ചു നിർത്താനായിട്ട് കഴിയും. ഗട്ട് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഗട്ട് ആക്ച്വലി അതിൻ്റെ നീളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 5 അടിയേ ഉള്ളൂ, അതിൻ്റെ 5 ഇരട്ടിയോളം നീളമുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. 6 അടിയുള്ള വ്യക്തിയാണെങ്കിൽ അതിനനുസരിച്ച് വരും. ഒരു 20-25 അടി നീളമുണ്ട് നമ്മുടെ വാ മുതൽ മലദ്വാരം വരെയുള്ള നീളം. അതിൽ ഇൻറ്റസ്റ്റൈൻസാണ്, കുടലുകളാണ് ഏറ്റവും കൂടുതൽ നീളമുള്ളത്. ഒരു 10 മുതൽ 16 വരെ അടി നീളം വരാം. വൻകുടലുകൾ ഒരു 5 ഫീറ്റ്സോളം നീളമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ് അധികവും നമുക്ക് ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, വയറിലുണ്ടാകുന്ന പ്രശ്നം എന്താ? ദഹനക്കേട് അല്ലേ? അത് കഴിച്ചു അതുകൊണ്ട് ദഹനക്കേട് വന്നു, ഇത് കഴിച്ചു അതുകൊണ്ട് ദഹനക്കേട് വന്നു. ആക്ച്വലി ഭക്ഷണമല്ല നമ്മുടെ ദഹനക്കേട് ഉണ്ടാക്കുന്നത്. ഭക്ഷണം നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. ആരും നമ്മളെ നിർബന്ധിച്ച്, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പാല് നിർബന്ധിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥം ഡോക്ടേഴ്സിന് നിർബന്ധപ്രകാരം നിർബന്ധിച്ച് കൊടുക്കുന്നു. പക്ഷേ മുതിർന്നവരാരും തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ ഉണ്ടാകുന്ന, അതിന് മുമ്പ് ഉണ്ടാകുന്ന നമുക്കൊരു കോൺഫ്ലിക്റ്റാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഒരു ഫാമിലി എറണാകുളത്ത് നിന്ന് കാറിൽ വന്നുകൊണ്ടിരിക്കുകയെന്നിരിക്കട്ടെ, എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുന്നവരിക്കുണ്ടായി. വണ്ടിക്കകത്തുനിന്നുണ്ടാവാം, അല്ലെങ്കിൽ കൂടെ യാത്ര ചെയ്ത് ഏതെങ്കിലും മറ്റ് വാഹനങ്ങളിൽ നിന്നോ ഒക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം അത് ആ ചങ്ങാതി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്, എൻ്റെ അല്ലല്ലോ തെറ്റ്, എന്നിട്ടും ആ പുള്ളി എന്തിനാണ് എന്നോട് ഇത്ര കയർത്തത് എന്നൊക്കെയുള്ള മാനസിക സംഘർഷത്തിലായിരിക്കും നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ആയിരിക്കും നമ്മൾ പാലക്കാട് എത്തിക്കഴിയുമ്പം ഏതെങ്കിലും ഒരു ഹോട്ടൽ കപിലവസ്തുവിലോ ഒക്കെ കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റേറിയൻ ഭക്ഷണം മേടിച്ച് വീട്ടിൽ പോയിട്ട് ആഹാരം കഴിക്കുന്നു. പിറ്റേ ദിവസം നോക്കുമ്പം ഈ ഓടിച്ച വ്യക്തിക്ക് മാത്രം, ഈ കോൺഫ്ലിക്ട്സ് കൂടുതലായിട്ട് ഏറ്റ വ്യക്തിക്ക് മാത്രം ഛർദിലും വയറ്റിൽ നിന്ന് നോക്കും, വയറിൽ പ്രശ്നം ഒക്കെ പ്രശ്നമായി. ബാക്കി കഴിച്ചാൽ ആർക്കും പ്രശ്നമില്ല. ഇപ്പോൾ 4 പേരോ 5 പേരോ മൊത്തം ആ ഭക്ഷണം കഴിച്ചെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം, ബാക്കി 4 പേർക്ക് ആ പ്രശ്നമില്ല. കാരണം നമ്മളത് ഇഷ്ടപ്പെട്ട് നമ്മൾ ആസ്വദിച്ച് കഴിച്ചൊരു ഭക്ഷണം എപ്പോഴും ആസ്വദിച്ച് വേണം കഴിക്കാനായിട്ട്, എൻജോയ് ചെയ്ത് വേണം ഭക്ഷണം കഴിക്കാൻ. സിസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ ഏത് പ്രവൃത്തിയും ആസ്വദിച്ച് ചെയ്ത് അതിൻ്റെ റിസൾട്ടൊന്നും വേറെയാണ്. ജോലി ആയിക്കോട്ടെ, എന്ത് പ്രവൃത്തിയും അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് വേണം കഴിക്കാനായിട്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകേണ്ട ഗട്ടാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാന കാരണം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മൾ പാലക്കാട്ടുകാരുടെ ഇതിൽ വരുമ്പം സമയം എടുക്കാൻ തോന്നുന്നു അല്ലേ, നമ്മളെ ശരീരത്തിൽ ഒരു 60 to 70% വെള്ളമാണ്. ഭൂമിയുടെ അവസ്ഥ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണ പറഞ്ഞാൽ 3/4 ഭാഗവും നമ്മുടെ ശരീരത്തിൻ്റെ 3/4 ഭാഗവും വെള്ളമാണ്. പക്ഷേ പലപ്പോഴും നമ്മളത് ലാഗിങ് ആയിട്ട് പോകുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. നമ്മുടെ പാലക്കാട്ടിലെ ചൂട് മറ്റ് ജില്ലകളെക്കാട്ടിൽ കുറച്ച് കൂടിയതാണ്. മറ്റ് ജില്ലകളിലൊക്കെ കുറച്ചുകൂടി ഈർപ്പമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അത് കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല. ഒരു പരിധിയുണ്ട് കുടിക്കാനായിട്ട്. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്ത് ചിലപ്പം 4-5 ലിറ്ററൊക്കെ വെള്ളം ഒരു ദിവസം കുടിക്കുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1 ലിറ്റർ പോലും നമ്മളെ കൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കുടിക്കാൻ പറ്റുന്നോ അത് കുടിച്ചാൽ മതി. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്തിരിക്കണം. എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് മെഡിസിൻ അല്ല, സപ്ലിമെൻറ്റ്. നമ്മളെ ഭക്ഷണം എന്ന് പറയുന്ന ആദ്യത്തേത് വെള്ളമാണ്. അതാദ്യം മനസ്സിലാക്കണം. അതിൽ കൂടെ ധാരാളം ധാതുക്കളും ലവണങ്ങളും വൈറ്റമിൻസും മിനറൽസും എല്ലാം അതിലൂടെ നമുക്ക് ലഭിക്കാനുണ്ട്. അത് നല്ല രീതിയിൽ ആ വെള്ളം കൂടി ഒരു ശീലമാക്കണം. കുടിക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്, അതിലേക്കാണ്. കുടിക്കാൻ പറ്റാത്തൊരു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ ഈ രീതിയിലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ ഇൻഫെർട്ടിലിറ്റി കേസസ് വരാറുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്ത. ഒരു 10 വിവാഹം നടന്നു കഴിഞ്ഞാൽ 8 എണ്ണത്തിലും കുഞ്ഞുങ്ങളില്ലാന്നും പറഞ്ഞ് പ്രശ്നമായിട്ട് ചികിത്സ എടുക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ എല്ലാവരും കുളിച്ചുകൊണ്ടിരുന്ന കുളത്തിലോ പുഴയിലോ തോട്ടിലോ ഒക്കെ ആയിരുന്നു. വീടുകളിലൊന്നും വെള്ളം എടുത്ത് വയ്ക്കുക, വീട്ടിലെ വെള്ളം അത്യാവശ്യം വാ കഴുകാനോ വല്ലതൊക്കെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ജോലി കഴിഞ്ഞ് വീട് പണി കഴിഞ്ഞ് വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ടാണെങ്കിലും കുളത്തിൽ പോയിട്ടാണ് കുളിച്ചിരുന്നത്. അപ്പോൾ അരയ്ക്ക് കീപ്പോട്ട് നല്ലോണം തണുത്തിരുന്നു. ആ ഒരു തണുത്തുകൊണ്ട് തന്നെ ശരീരം മുഴുവൻ ആ വെള്ളം, നമുക്ക് വേണ്ട വെള്ളം ലഭിക്കുകയും നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നുള്ള വലിയ വലിയ അസുഖങ്ങളല്ല. ഇപ്പം വെരിക്കോസ് വെയിൻ ആയിക്കോട്ടെ. എന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നത്? രക്തോട്ടം നടക്കുന്നില്ല, രക്തം കട്ട പിടിച്ച് കിടക്കുകയാണ്, അതിലേക്ക് വെള്ളം ചെല്ലുന്നില്ല. അതേപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞിരുന്നു, ഒരു ലേഡിക്ക് രാവിലെ 3 മണി ആയിക്കഴിഞ്ഞപ്പം ഹാർട്ടിന് ഭയങ്കര വേദന, വേർക്കുന്നു, ആകെ പ്രശ്നമാകുന്നു. ബേസിക് തിങ് അവർ തലേന്ന് കഴിച്ചിരുന്ന പൊറോട്ടയും ചിക്കനോ ബീഫോ അങ്ങനെ ഏതാണ്ട് കാര്യങ്ങളാണ്. അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പം അതിനകത്ത് പല രീതിയിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യും. അതായത് ടേസ്റ്റ് മേക്കേഴ്സ് പലതായിട്ട് ആഡ് ചെയ്യും, ഉപ്പ് അധികം ധാരാളമായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ശരീരത്തിലുള്ള വെള്ളം മുഴുവൻ ഊറ്റിയെടുക്കുകയാണ്.
അതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ ഇവിടെ നടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ ചിലപ്പോൾ ഫാൻ ഇട്ടിട്ട് കിടക്കുന്നവരായിരിക്കും. ഫാൻ എല്ലാവരും എന്ത് ചെയ്യും? ഫുൾ സ്പീഡിലിട്ടിട്ടാണ് കിടന്നുറങ്ങുക. നമ്മളൊന്ന് നോക്കിക്കേ, നമ്മൾ ബാത്റൂമിൽ പോയിട്ട് ഒരു തോർത്ത് നനച്ചിട്ട് പിഴിയാതെ വെള്ളത്തിൽ മുക്കി എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കസേരയിൽ, നമ്മൾ കിടക്കുന്ന റൂമിൽ ഒരു കസേരയിൽ ഇട്ട് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇതുപോലെ വടി പോലെ ഉണങ്ങി പിടിച്ചിരിക്കുന്നുണ്ടാവും, അഴുക്കും കൂടെ പറ്റി പിടിച്ചിട്ട്. അപ്പോൾ അത്രയും വെള്ളം ഒരു ചെറിയ സമയം കൊണ്ട് വറ്റിപ്പോകുമ്പം ഈ 6 മണിക്കൂർ 8 മണിക്കൂർ ആ ഫാനിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തുമാത്രം വെള്ളം വറ്റിപ്പോകുന്നതെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ വെള്ളം ഒരു പ്രധാന ഘടകമായിട്ട് എല്ലാവരും എടുക്കണം. ഒപ്പം തന്നെ പല സപ്ലിമെൻറ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് ഈ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരുന്നത് വെച്ചാൽ ഭക്ഷണത്തിലൂടെ നമുക്ക് പലതും ലഭിക്കുന്നില്ല ഇന്ന്, നമുക്ക് വേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും. കറ്റാർവാഴ വലിയ നല്ലൊരു സാധനമാണ്. കറ്റാർവാഴ നമുക്കറിയാം, അതിൻ്റെ ജെല്ല് ഇറ്റ് ആക്ട്സ് എസ് എ കൂളൻ്റ്, വയറ്റിലൊരു കൂളൻ്റായിട്ട് അത് ആക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും പറയും. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയ ഹെൽപ്പ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട്. നമ്മുടെ പാല് തൈരാക്കി തരുന്ന അണുക്കളോ ബാക്ടീരിയാസാണ്. ട്രില്യൺസ് ഓഫ് ബാക്ടീരിയാസ് എന്ന് പറയും. 1000-ങ്ങളോ ലക്ഷങ്ങളോ മില്യൺസോ ഒന്നുമല്ല, അതിൻ്റെ മുകളിലുള്ളൊരു കണക്കാണ്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണമായിരിക്കും. നമ്മളിപ്പം ചോറും പയറോ അല്ലെങ്കിൽ കറികളോ ഒക്കെ തന്നെയായിരിക്കും കഴിക്കുന്നത്. അത് പലപ്പോഴും വയറ്റിൽ ചെന്നിട്ട് അതൊരു പോയ്സണായിട്ട് മാറാനോ ദഹനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കാനോ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഈ പ്രോബയോട്ടിക്സ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് പ്രോബയോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട പലതും നമ്മൾ കഴിക്കേണ്ടി വരും. ആ സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കേണ്ടി വരും. അതിലെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പൊതുവെ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കുന്നില്ല. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഉടനെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിനെല്ലാം മരുന്ന് മേടിച്ച് കഴിക്കുകയല്ല വേണ്ടത്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്? ഒരു 5 ഇഡ്ഡലി കഴിക്കേണ്ട സാധനത്ത് 15 ഇഡ്ഡലിയും 20 ഇഡ്ഡലി ഒരു ചെറിയ കുഞ്ഞ് കഴിക്കുന്നു. അവിടെ പ്രോട്ടീൻ്റെ അഭാവം വരുമ്പോഴാണ്. പ്രോട്ടീന് ആ സറ്റൈറ്റി ഫീലിംഗ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അതായത് മതി എന്ന് പറയാനുള്ള ഒരു ഘടകം പ്രോട്ടീനുണ്ട്. അത് ശരീരത്തിൽ കുറഞ്ഞു പോകുമ്പോഴാണ് ആ വ്യക്തിയെ കൊണ്ട് കൂടുതലായിട്ട് ഭക്ഷണം അയാളെ കൊണ്ട് എടുപ്പിക്കുക, അമിത ആഹാരം വരുന്നതും അമിത വണ്ണത്തിലേക്ക് വരുന്നതും. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ഡ്രിങ്ക്സ് അവർക്ക് ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കാനായിട്ട് ശ്രമിക്കും. വണ്ണം കുറഞ്ഞവരാണെങ്കിൽ, മെലിഞ്ഞവരാണെങ്കിൽ ആഹാരത്തിന് ശേഷം കൊടുക്കാനായിട്ടാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. ആ രീതിയിൽ പിന്നെ പലപ്പോഴും നമ്മുടെ കുടലിനകത്തൊരു തിരുമാലയുടെ മൂവ്മെൻറ്റ്സ് നടക്കണം, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയും. നമ്മുടെ അകത്ത് ദഹന പ്രക്രിയ കഴിഞ്ഞതിന് ശേഷമുള്ള വേസ്റ്റ് കൃത്യമായ രീതിയിൽ വെളിയിൽ തള്ളിപ്പോകണം. പഴയ ആചാര്യന്മാർ പറയാണ്ട്, ആയുർവേദത്തിലുള്ള ആചാര്യന്മാർ പറയാണ്ട്, നല്ല രീതിയിൽ ശോധന ഉണ്ടെങ്കിൽ, വലിയ പ്രഷറൊന്നും കൊടുക്കാതെ രാവിലെ ചെന്നിരിക്കുമ്പം കൃത്യമായിട്ട് ശോധന നടക്കുകയാണെങ്കിൽ, എക്സ്ക്രീഷൻ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കാര്യമായിട്ട് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മളൊരു യുദ്ധമാണ് അവിടെ ചെന്ന് നടത്താറുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നടക്കാനായിട്ട് ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ട് കഴിക്കണം, ഫൈബർ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക. അതിലൂടെ പണ്ട് നമ്മൾ കഴിച്ചിരുന്നതാണ്, കപ്പ കഴിച്ചിരുന്നതാണ്, ചേമ്പ്, കാച്ചില, കാവിത്ത്, ആ രീതിയിലുള്ള പല ഘടകങ്ങളും നമ്മൾ കഴിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് ഓരോ രോഗങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഷുഗർ വരും, അത് വരും, ഇത് വരും എന്നും പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും അതൊക്കെ ഒഴിവാക്കുന്ന കാരണം നമുക്ക് അതിൻ്റേതായ കുറവുകളിലൂടെ പല രോഗങ്ങളിലേക്കും വരുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ, സൂചിപ്പിച്ച പോലെ, നമ്മുടെ ആരോഗ്യം നമ്മളുടെ കയ്യിലാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു ഡോക്ടറുടെയോ ആശുപത്രിയുടെയോ ആരോഗ്യ പ്രവർത്തകരുടെയോ കയ്യിലല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം ഇന്ന് വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാനും ഒരു ഹെൽത്തി ആയിട്ടൊരു ലൈഫ് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും മാനസികമായിട്ടും ശാരീരികമായിട്ടും, മാനസികം ഞാൻ പറഞ്ഞു, മാനസികമായിട്ട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും പല പ്രശ്നങ്ങളും, കോൺഫ്ലിക്ട്സ് വരും. അതും സിസ്റ്റർ പറഞ്ഞ പോലെ കോൺഫ്ലിക്ട്സ് കുടുംബത്തിനകത്ത് ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ഹർട്ട് ചെയ്യുക. വഴി കൂടെ പോകുന്നതിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറന്നിട്ടുണ്ടാവും. ഇന്നലെ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത് അങ്ങനെ ഒരു വലിയൊരു സ്ഥിതി നമുക്കുണ്ട്, മറക്കാനുള്ളൊരു കഴിവ്. പക്ഷേ കുടുംബത്തിൽ നടന്നു കഴിഞ്ഞാൽ നമുക്കത് എഫക്റ്റ് ചെയ്യും. ചിലരുണ്ട് വലത് സൈഡിൽ മാത്രം എഫക്റ്റ് ചെയ്യുന്നു. അവർക്കൊരു വേദന വന്നാൽ വലത് സൈഡിൽ വരും, വലത്തെ കയ്യിൽ വരും, വലത്തെ കാലിൽ മാത്രമേ വരുള്ളൂ. അവരൊന്ന് വീണാലും ഇടത് സൈഡിലോട്ട് അവർ വീണെങ്കിലും വലത് സൈഡിലേ അവർക്ക് പൊട്ടുള്ളൂ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ചിലർക്ക് ഇടത് സൈഡിൽ സംഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഓരോ റീസൺ ഉണ്ട്. അല്ലാതെ എന്തെങ്കിലും കാണുമ്പോഴേക്കും ഓടിപ്പോൾ എന്തെങ്കിലും മരുന്ന് മേടിച്ച് കഴിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഗട്ടിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. ഒരു കാരണം മാത്രമല്ല, പല കാരണങ്ങളുണ്ട്. ഇൻഡൈജഷൻ ആണോ നമ്മൾ പറഞ്ഞത്? ഇൻഡൈജഷൻ ഒരിക്കലും ഫുഡ് കൊണ്ടല്ല, മാനസിക ഇൻഡൈജഷൻ എന്ന് പറഞ്ഞു. അതെന്തേ മാനസിക ഇൻഡൈജഷൻ? അവൻ പറഞ്ഞ് എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല എന്ന് പറയും നമ്മൾ, ഇല്ലേ? അവൻ്റെ പ്രവൃത്തി എനിക്ക് ദഹിച്ചില്ല, അവൻ്റെ നോട്ടം എനിക്ക് ദഹിച്ചില്ല. ആ ദഹനക്കേടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതൊരു ഫോൺ കോൾ കൂടെ ആയാലും മതി. അമേരിക്കയിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ കൂടിയിട്ട് ആ ഇൻഡൈജഷൻ നമുക്കുണ്ടാവും. അപ്പോൾ അത് വരും. നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഞാൻ പറഞ്ഞു, വികാരങ്ങളെല്ലാം ഉള്ള വ്യക്തികളാണ്, നമ്മൾ പ്രതികരിച്ച് പോവും. അതിൻ്റെ സെക്കൻഡറി ആയിട്ട് നമുക്ക് ഡാമേജസ് വരും. അപ്പോൾ അത് നമ്മളെ സെൽസ് നല്ല ഹെൽത്തി ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ രോഗങ്ങളിലേക്ക് വിടാതിരിക്കാൻ നമുക്ക് സാധിക്കും. ട്യൂമേഴ്സ് വരുന്നു, ക്യാൻസറിനെ കുറിച്ച് പറയുന്നു. സത്യം പറഞ്ഞാൽ ആരും തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറില്ല. എന്താണ് ഈ ക്യാൻസർ? മരിക്കുന്നത് മാത്രം എല്ലാവർക്കും അറിയാം.
ട്യൂമർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷനാണ്, നീർക്കെട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസാണ്, പ്രതിരോധ ശക്തിയാണ് ശരീരത്തിൻ്റെ ഒരു നീര് വരിക എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൽ കൂടെ പോകുന്നു, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ക്രിക്കറ്റ് എടുത്ത് ഒറ്റയടി അവൻ സിക്സറാണ് അടിച്ചത്, നമ്മളെ നെറ്റിക്കാണ് കൊള്ളുന്നതെങ്കിൽ അത്രയും വലിപ്പത്തിൽ ആ ബോൾ അവിടെ ഉണ്ടാവും, വീങ്ങിയിട്ടുണ്ടാവും ഇല്ലേ? ഇനിയിപ്പം ഒരു കടന്നൽ വന്ന് കുട്ടിക്കുക, തേനീച്ചോ കടന്നലോ വല്ലതും കുത്തി അവിടെ വീർത്താ വരിക. ഇനിയിപ്പം തീ പൊള്ളി, അവിടെ ആദ്യം എന്താ വരിക? പൊള്ളിയാണ് വരിക. ഇനിയിപ്പം പൊട്ടിയെന്നിരിക്കട്ടെ, ഒരു ഫ്രാക്ചർ ഉണ്ടായെന്നിരിക്കാൻ അവിടെയും സംഭവിക്കുന്നത് ഇതുകൊണ്ട് നീരാ വരിക. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ വെളിയിൽ കാണുന്നു. വെളിയിൽ കാണുന്നതിനൊക്കെ നമ്മൾ പോയി മുറിക്കാനും കീറാനും സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. പക്ഷേ അത് മനസ്സിലാക്കേണ്ടത് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പോലെ ഒരു മുഴ നമ്മൾ വെളിയിൽ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തും ഇതുപോലൊരു മുഴ വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു സൂചനയാണ് അത് തരുന്നത്. അത് ഇവിടുത്തെ വെളിയിലുള്ളത് മുറിച്ച് കളയല്ല വേണ്ടത്, അതിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതലാവും. ഇപ്പം ഒരു ഭാഗത്ത് നീര് വെച്ചിരിക്കുമ്പം അതിനെ പോയി വീണ്ടും സൂചിയിട്ട് കുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്യുമ്പം അത് ഇറിറ്റേറ്റ് ചെയ്ത് കുറച്ചുകൂടി കൂടുതൽ സെൽസേ വരത്തുള്ളൂ. അപ്പം കഴിവതും അത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ട്യൂമർ വരുന്നത്. ഇപ്പോൾ ഒരു പന്ത് വന്ന് ഇടിച്ചു, ഈ ട്യൂമേഴ്സ് ശരീരത്തിൻ്റെ എവിടെ വേണമെങ്കിലും വരാം, ലിവറിൽ വരാം, കിഡ്നിയിൽ വരാം, ഹാർട്ടിൽ വരാം, എവിടെ വേണമെങ്കിലും വരാം, ബ്രെയിനിനകത്തും വരാം. അതിനെയാണ് ഫ്യൂച്ചറിൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വലിയ രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. സമയമാവുന്നുണ്ട് അല്ലേ, ഇത് നിർത്തേക്കാം. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഒരു ഇഞ്ചുറി പറ്റും കഴിയുമ്പം അവിടുത്തെ കുറച്ച് സെൽസ് നശിക്കും. ഇപ്പോൾ ഒരു പന്ത് വന്ന് ഇടിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നെറ്റി പോയിട്ട് എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ അവിടുത്തെ കുറേ സെൽസ് നശിക്കും. ആ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശരീരം തന്നെ ഇറക്കി വിടുന്നതാണ് കുറച്ച് കൂടുതൽ സെൽസിനെ. കാരണം ഇനിയൊരു ഇടി വരുമ്പം ആ സെൽസ് ഉള്ളിലുള്ളത് കേടുവരുത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് പലപ്പോഴും നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും സമയം വളരെ അതിക്രമിച്ചു. കാരണം എനിക്ക് തോന്നുന്ന 10 മിനിറ്റ് ഒന്നാണെന്ന് തോന്നുന്നു എനിക്ക് തന്നിരുന്ന സമയം എടുത്തതിൽ ക്ഷമിക്കണം. എല്ലാവരും ഈ ഒരു അവസരത്തിൽ കാണാൻ കഴിഞ്ഞതിലും ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുറച്ച് സമയത്തിനുള്ളിൽ ശാരീരിക സംരക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്ന ഡോക്ടർക്ക് നന്ദി. അടുത്തതായി വെസ്റ്റീജ് പ്രോഡക്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഡയറക്ടറായ സുമേഷ് സാറിനെ ക്ഷണിക്കുന്നു, കുറച്ച് വാക്കുകളിലൂടെ ആശംസ നൽകുന്നതിനായി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബ്രഹ്മകുമാരീസ് കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ഈ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ 88ാമത്തെ വാർഷികത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കിവിടെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതേപോലെ ബ്രഹ്മകുമാരീസിൻ്റെ യൂട്യൂബ് ചാനലുകളെല്ലാം സ്ഥിരമായിട്ട് ഷീബ സിസ്റ്റേഴ്സിൻ്റെ എല്ലാം കാണുന്നതാണ്. അപ്പോൾ കാണുന്ന സമയത്ത് നമ്മൾക്കറിയാൻ പറ്റുന്നത് ഒരു മനുഷ്യജീവിയുടെ എത്രത്തോളം അതായത് ഡെവലപ്മെൻറ്റ് അവർക്ക് ആകാൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം അവനവനിൽ തന്നെ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അവനവനിൽ മാറ്റം കൊണ്ടുവരുന്ന സമയത്ത് ഇന്ന് നമ്മൾക്കുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾക്ക് പ്രതികരിച്ചുകൊണ്ട് ഒരു വ്യക്തി നിൽക്കുമ്പോൾ തിരിച്ച് നമ്മൾ അതേപോലെ പ്രതികരിക്കുമ്പോൾ എന്താവും, ആ പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാവും, വഷളാകുന്ന കണ്ടീഷനിലേക്കാണ് മാറുന്നുണ്ടാകുക. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും അവനവൻ തന്നെ ഒരു സംയമനം പാലിച്ചുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മാറാൻ തയ്യാറാകുക എന്നാണ് പറയുന്നത്. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അവനവൻ കോംപ്രമൈസിന് തയ്യാറാകുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, ആ പ്രശ്നം അതായത് പുലി പോലെ വന്ന സാധനം എലി പോലെ പോകുന്ന ഒരു കണ്ടീഷനിലേക്കായിരിക്കും മാറുന്നുണ്ടാകുക. അതിന് നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള ഏതൊരു കാര്യത്തും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാക്കി അതിന് വളരെ ക്ഷമയോടുകൂടി ഒരു സംയമനത്തോടു കൂടി അത് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു ധൈര്യം ആണ് നമ്മൾക്ക് മെയിനായിട്ട് ആവശ്യം വരുന്നത്. അതെല്ലാം നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് ഇതേപോലെ ഉള്ള മെഡിറ്റേഷൻ, അതായത് രാജയോഗ മെഡിറ്റേഷൻ, അങ്ങനെ ഒരുപാട് മെഡിറ്റേഷനും കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്, നമ്മുടെ ബ്രഹ്മകുമാരീസിലൂടെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കൃത്യമായി പ്രാക്ടിക്കലാക്കുക. അതിനാണ് ഓരോ ഭാഗങ്ങളും ഓരോ സത്സംഗം കൂടിക്കൊണ്ടിരിക്കുന്നത്, അത് ഡെയിലി കൂടുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പല നോളേജുകളുമാണ് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ തലമുറകളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് പിരിമുറുക്കത്തിലൂടെയാണ് ഓരോ വ്യക്തികളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരു വിദ്യാർത്ഥിയെ ഒരു ചെറിയൊരു കുട്ടിയെ ഒരു സ്കൂൾ പഠനം തുടങ്ങുന്ന സമയത്ത് തന്നെ തുടങ്ങുന്നുണ്ടാവും മാനസിക പിരിമുറുക്കങ്ങൾ. കാരണം അവിടെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത്, അത് കഴിഞ്ഞാൽ പാരൻസ് ആകുന്ന സമയത്ത്, അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ ഫുള്ളും, അതായത് ജനിച്ച നാൾ മുതൽ ഒരു സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു പ്രായം മുതൽ തുടങ്ങും മരണം വരെ എന്തായിരിക്കും,
ഒരു മാനസിക പിരിമുറുക്കങ്ങളായിരിക്കും. പക്ഷേ ആ ഒരു സമ്മർദ്ദത്തിൽ നിന്നെല്ലാം പുറത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മെഡിറ്റേഷൻ പോലുള്ള ഇത് ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാലത്തും വൈകിട്ടും ഒരു 10 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഏകാഗ്രതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മൾക്ക് എത്തിപ്പെടാനും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും വളരെ കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാനും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു വിജയം കരസ്ഥമാക്കാനും തീർച്ചയായിട്ടും മെഡിറ്റേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് സമൂഹത്തിൽ ഒരുപാട് അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ മറ്റുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏതൊരു ക്ലാസ് ആണെങ്കിലും ശരി അവിടെ ആ ക്ലാസ് കഴിയുന്ന സമയത്ത് ഒരു മെഡിറ്റേഷൻ്റെ പാർട്ട് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഇതിന് മുൻപ് നമ്മുടെ PP വിജയൻ സാറൊക്കെ ഉണ്ട്, മൈൻഡ് മാസ്റ്റർ ട്രെയിനർ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 2 ദിവസത്തെ ക്ലാസ്സിനെല്ലാം 10,000-16,000 രൂപ ഫീസ് കൊടുത്തിട്ട് വേണം ഓരോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. എല്ലാം ഫീസോട് കൂടിയിട്ടാണ് നമുക്കിന്ന് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ക്ലാസ്സിന് ഫീസോ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ വാങ്ങുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ഒരു സംരംഭം കൂടിയിട്ടാണ് നമ്മൾ ഈ ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരുപാട് അമ്മമാരും എല്ലാ ആളുകളും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മളുടെ വരും തലമുറകൾ നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയായി മാറി സമൂഹത്തിന് വളരെ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിൽ തുടങ്ങണം, നമ്മളുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ ഓരോ വ്യക്തികളും നമ്മുടെ മക്കളും ചെറുമക്കളും അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ മെഡിറ്റേഷൻ്റെ ഭാഗമാക്കുക. തീർച്ചയായിട്ടും അവരിൽ നല്ല ഒരു ഈശ്വര ചൈതന്യം വളർത്തിയെടുക്കുന്ന രീതിയിലേക്ക് മാറ്റുക. കാരണം നല്ലൊരു ഈശ്വര ചൈതന്യം വളർന്നു വരുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തിക്ക് മാറാനും കഴിയുന്നുണ്ടായിരിക്കും. അതിന് ഏറ്റവും കൂടുതൽ പങ്ക് നമ്മുടെ ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഹാപ്പി ലൈഫിലേക്ക് എല്ലാ വ്യക്തികൾക്കും എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മെഡിറ്റേഷനാണ് മനസ്സിൻ്റെ ശക്തിയുടെ ഉറവിടമെന്ന് മനസ്സിലാക്കി തന്ന സുമേഷ് സാറിന് നന്ദി. ഈ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ന് നമ്മൾ പുതിയൊരു മാറ്റത്തിനായി ചുവടുവെക്കുകയാണ്. അതിനാൽ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ബോധമുണർത്താൻ പരമാത്മ പിതാവിനെ ഓർമ്മിച്ചുകൊണ്ട് മുന്നിൽ കാണുന്ന ദീപം തെളിയിച്ച് മനസ്സിൽ അണയാത്ത ദീപങ്ങളുടെ നാഥനായ പരമാത്മ ദീപത്തെ മനസ്സിൽ പതിപ്പിച്ച് പുതിയ ഭാരതത്തിനായി നമുക്ക് തയ്യാറാകാം. സിസ്റ്റർ നമുക്ക് മനസ്സിലാക്കി തന്ന വളരെ വളരെ നല്ല കാര്യങ്ങൾ ഈ വിളക്ക് ദീപം തെളിയിക്കുന്ന സമയത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ദൃഢസങ്കല്പം ചെയ്ത് നിങ്ങൾ ദീപം തെളിയിച്ച് നമ്മുടെ സഹോദരി വീണ സിസ്റ്റർ നിങ്ങൾക്ക് പ്രസാദവും വരദാനവും നമുക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇടത്തറയിൽ ആരൊക്കെയാണോ നമ്മൾ ക്ഷണിക്കപ്പെട്ട് വന്നിട്ടുള്ളവർ ആദ്യം ദീപം തെളിയിക്കണം. അതിനു മുമ്പ് നമ്മൾ സ്റ്റേജിൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ദീപം തെളിയിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇടത്തറയിൽ ആരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നിട്ടുണ്ടോ അവരെല്ലാവരും ദീപം തെളിയിക്കാവുന്നതാണ്. ആത്മദീപങ്ങളാണു നമ്മൾ
നമ്മൾ നേരത്തെ ഓർമ്മിപ്പിച്ചിരുന്നു, ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ഭാഗമായി 3 ദിവസത്തെ രാജയോഗ മെഡിറ്റേഷൻ ക്യാമ്പ് നമ്മുടെ 5-ാം മൈലിലുള്ള ഗീതാ പാഠശാലയിൽ നാളെ വൈകുന്നേരം 5-6 മണി വരെ 18, 19, 20 ഈ 3 ദിവസങ്ങൾ സൗജന്യമായി രാജയോഗ കോഴ്സ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്ത് അതിൻ്റെ ലാഭമെടുക്കണം. ദീപം തെളിയിക്കുന്നതിനായിട്ട് എല്ലാ BK അമ്മമാരെല്ലാവരും വരൂ. എല്ലാവരും ലൈനായിട്ട് വരൂ. അമ്മമാരെല്ലാവരും ലൈനായിട്ട് വരൂ. ദീപം തെളിയിക്കാത്തവരെല്ലാവരും. ദീപം തെളിയിച്ചതിന് ശേഷം എല്ലാവരും സ്റ്റേജിലേക്ക് പോയി പ്രസാദവും വരദാനവും വാങ്ങുക. ദീപം തെളിയിച്ചവരെല്ലാം സ്റ്റേജിലേക്ക് കയറൂ. ശിവപിതാവിൻ ജ്ഞാനമാകും വീണമീ
നിന്നാ ത്യാഗമോ ഇനി വാ